ഹായ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് ഹാക്കിംഗ് എന്താണ്, എത്തിക്കൽ ഹാക്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിൽ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഹാക്കിങ്ങിന്റെ കുറച്ച് ഫേസസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലേ നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ഫേസ് വിച്ച് ഇസ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് അല്ലെങ്കിൽ റെക്കനസൻസ് എന്നൊരു ഡൊമൈൻ, അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. മേജർലി ഫസ്റ്റ് ഫേസ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്നുള്ളത്. ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ലാർജ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. കാര്യം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു അസസ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭൂരിഭാഗ സമയവും നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് കൊടുക്കണമെന്നാണ് പറയുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന പോസിബിൾ അല്ല. കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള അതെ, വെബ്സൈറ്റ് ആയാലും നമ്മളൊരു നെറ്റ്വർക്ക് ആയാലും അല്ലെങ്കിൽ ആ എന്താ പറയുക, ഒരു ഡിജിറ്റൽ അസറ്റ് എന്ത് തന്നെയാണെങ്കിലും അതിനെപ്പറ്റി അറിയാണ്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു നെറ്റ്വർക്ക് അറ്റാക്ക് ചെയ്യണം. ഈ നെറ്റ്വർക്കിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് അറിയാതെ നമ്മൾ അവിടെ അറ്റാക്ക് പെർഫോം ചെയ്തിട്ട് കാര്യം നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബേസ് ആയിട്ടുള്ള ചെയ്യും. ഇപ്പോൾ ലിനക്സിനെ ബേസ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റുകൾ വിൻഡോസിൽ വർക്കാവില്ല, വിൻഡോസിനെ ബേസ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റുകൾ ലിനക്സിൽ വർക്കാവില്ല. അപ്പോൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നറിയാണ്ട് നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ബാക്ക് എൻഡിലുള്ള ടെക്നോളജി എന്താണ് എന്നറിയാണ്ട് നമ്മൾ എന്തിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരു അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കോമ്പണന്റിനെ ആയിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുക. പക്ഷെ ആ കോമ്പണന്റ് ഏതാണെന്ന് അറിയാണ്ട് നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇൻഫർമേഷൻ ഇല്ലാണ്ട് നമുക്കൊന്നിനെ പറ്റി അറ്റാക്ക് ചെയ്യാന്നുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജനറലി ഏതൊരു കാര്യത്തിലെടുത്താലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൈബർ അറ്റാക്കുകൾ മാത്രമല്ല, അല്ലാത്ത ഏതൊരു അറ്റാക്ക് എടുത്തു കഴിഞ്ഞാലും സെയിം കോൺസെപ്റ്റ് ഫോളോസ്. ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ കൊല്ലണം എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് വെച്ചു. ആ ആളെ പറ്റിയോ അല്ലെങ്കിൽ അയാളുടെ റുട്ടീൻസിനെ പറ്റിയോ അറിയാതെ ഒരാളെ എങ്ങനെ കൊല്ലാൻ പറ്റും? ഇങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ ഇല്ലാണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു അസസ്മെൻറ്റിൻ്റെ ഭൂരിഭാഗ സമയം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെക്കും? ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതിൽ തന്നെ ഇൻഫർമേഷൻ ഗ്യാദറിങ് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് പല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദറിങ് ചെയ്യാനായിട്ട് സാധിക്കും, പല രീതിയിൽ ചെയ്യും. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഹിസ്റ്ററി, അവിടുത്തെ എംപ്ലോയീസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്കിൽ സെറ്റ്, ഇങ്ങനെയുള്ള കുറേ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ അതേപോലെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ടെക്നിക്കൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ കമ്പനിയിൽ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ്, അവിടെയുള്ള സെർവറുകളുടെ ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് എന്താ പറയുക ടെക്നിക്കൽ ഇൻഫർമേഷൻസ്. അപ്പോൾ നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസും ഉണ്ട്, ടെക്നിക്കൽ ഇൻഫർമേഷൻസും ഉണ്ട്. അതിൽ നമ്മൾ നോൺ ടെക്നിക്കൽ കളക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എടുത്താൽ മതി. അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കോൾഡ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്, OSINT, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്ന് പറയും. അങ്ങനെയുള്ള പല മെത്തേഡുകളിൽ കൂടെയാണ് നമ്മൾ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസിനെ നമ്മൾ കളക്ട് ചെയ്യും എന്നാണ് ഒരു ജനറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു ഇൻഫർമേഷൻ അതിലൊരു നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിനെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ്. അവിടെ നമ്മുടെ നെറ്റ്വർക്കിനെ പറ്റിയും അവിടെ റൺ ചെയ്യുന്ന സെർവറുകളെ പറ്റിയും അവിടെയുള്ള വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് എൻഡിലുള്ള ടെക്നോളജീസിനെ പറ്റിയും അങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ പറ്റി കളക്ട് ചെയ്യുന്നതാണ് ടെക്നിക്കൽ ഇൻഫർമേഷൻ, ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ കൺസേൺസോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട്, ടെക് സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ വരുന്ന എല്ലാ ഡൗട്ടുകളും കൺസേൺസും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഓഡിയോ നോട്ടോ മലയാളമോ ഇംഗ്ലീഷോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ടീം 24/7 അവിടെ സപ്പോർട്ടിനുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ആവുന്നില്ല, ഡിസിപ്ലിൻഡ് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കൂടെ വന്നിരുന്ന് നമ്മുടെ സപ്പോർട്ടോടെ പഠിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടാർഗറ്റിനെ ഫസ്റ്റ് എടുക്കാം. നമുക്കൊന്ന് എങ്ങനെയാണ് എന്നുള്ളൊരു പ്രോസസ്സ് ഒന്നും. ഇപ്പോൾ നമുക്കിവിടെ ഒരു ടാർഗറ്റിന് എടുക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ ടെസ്ല വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ടെസ്ലയുടെ ടാർഗറ്റ് എടുക്കുക. ടെസ്ല എടുത്തു കഴിഞ്ഞാൽ ടെസ്ലയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാം. ടെസ്ല ഇലക്ട്രിക് കാർസ്, ടെസ്ല ഓട്ടോമോട്ടീവ് കമ്പനി, ഇവിടെ ടെക് കമ്പനിയുടെ പ്രൊഫൈൽ കാണാം. പിന്നെ ഫൗണ്ടേഴ്സ് ആരാണ്, CEO ആരാണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ നമുക്ക്
കാണാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയുള്ള ന്യൂസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, യൂട്യൂബ് ഹാൻഡിൽ, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണും. അപ്പോൾ ഒരു കമ്പനി എന്താണ്, അല്ലെങ്കിൽ ആ കമ്പനി എന്താണ്, എവിടെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു സോഴ്സാണ് ഈ പറയുന്ന ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ടെക്നിക്കൽ ഇൻഫർമേഷൻസ്. അതെ, ഇവിടെ ശരിക്കും നമ്മൾ ടെക്നിക്കൽ ഇൻഫോ ഗ്യാദർ ചെയ്യുന്നില്ല, rather than കമ്പനിയുടെ ഒരു ഹിസ്റ്ററി എന്താണ്, അവിടെ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, എന്ത് ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു ബിസിനസ് കോൺസെപ്റ്റ് എന്താണ്. കാര്യം നമുക്കൊരു വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അവരുടെ ഒരു പ്രോസസ്സ്, വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാണ്ട് നമുക്ക് അതിന് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ ജോലി. നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോൾഡ് അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്ന് പറയും. അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് നമ്മൾ ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാണ്. ആ ടാർഗറ്റിനെ പഠിക്കുക എന്ന് പറയും. അപ്പോൾ ടെസ്ല എന്നൊരു കമ്പനി എന്താണ്, എങ്ങനെയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്ലയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇവിടെ കാണാം. ഇനി ഈ ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ തന്നെ രണ്ട് തരത്തിലുള്ള റെക്കൺ ഫേസുകളുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെക്കനസൻസ് അല്ലെങ്കിൽ റെക്കൺ എന്ന് പറയും. പിന്നെ അതുപോലെ ഇന്റലിജൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ റെക്കനസൻസ് അല്ലെങ്കിൽ റെക്കൺ എന്ന് പറയും. ഈ റെക്കനസൻസ് അല്ലെങ്കിൽ റെക്കൺ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, റെക്കനസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ഷൻ തന്നെയാണ്. ഇതിൽ തന്നെ ആക്റ്റീവ് റെക്കൺ പ്രോസസ് ഉണ്ട്, പാസീവ് റെക്കൺ പ്രോസസ് ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അല്ലെങ്കിൽ റെക്കൺ ഫേസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആക്റ്റീവ് റെക്കൺ എന്ന് പറയും, ആക്റ്റീവ് റെക്കൺ. സെക്കൻഡ് വൺ പാസീവ് റെക്കൺ. ഇതിൽ ആക്റ്റീവ് റെക്കൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. അതായത് നമ്മളിപ്പോൾ ഒരു ടാർഗറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ഇപ്പോൾ ടെസ്ലയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. നമ്മൾ ഡയറക്ട്ലി tesla.com എന്ന് പറഞ്ഞ വെബ്സൈറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്റ്റീവ് റെക്കനസൻസും പാസീവ് റെക്കനസൻസും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്ന് പറയും. അതായത് ഡയറക്റ്റ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ് ആക്റ്റീവ്. നമ്മൾ ചെയ്തത് ആക്റ്റീവ് കളക്ഷൻ എന്ന് പറയും. നമ്മൾ ആ വെബ്സൈറ്റിനകത്ത് കയറിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആക്റ്റീവ് കളക്ഷൻ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിലോ അതൊരു പാസീവ് കളക്ഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ഒരു വീഡിയോ ഉണ്ട് നേരത്തെ ഇട്ട്, ഗൂഗിൾ ഡോർക്കിംഗ്. അതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഗൂഗിൾ ഡോർക്കിംഗ് എന്താണെന്നുള്ള ഒരു ചെറിയ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന് ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഗൂഗിൾ ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ ഉണ്ടെന്നുള്ളത്. അതെ, പ്രോപ്പർ സെർച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതെ, അതിനെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്, നമ്മളുടെ ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലാണ്. അതായത് ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ, റൈറ്റ്, ഗൂഗിളിൽ സെർച്ച് വഴി ഞാനിപ്പോൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, tesla.com എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ്ലി ഗൂഗിൾ വഴി tesla.com ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ടെസ്ല വെബ്സൈറ്റ് എന്താണെന്നും കമ്പനി എന്താണെന്നൊക്കെ ഒരു ഇൻഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടും. ഇനി എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇപ്പോൾ അതായത് tesla.com എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഡൊമൈനാണ്, അല്ലേ. പ്രൈമറി ഡൊമൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം പല കോൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന് URL, പിന്നൊന്ന് ഡൊമൈൻ, പിന്നൊന്ന് ഡയറക്ടറി, പിന്നൊന്ന് സബ് ഡൊമൈൻ. ഇതെന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. URL എന്ന് പറഞ്ഞാൽ ഇതാണ് URL. ഞാൻ ഒരു URL ഇപ്പോൾ പേസ്റ്റ് ചെയ്യുക. ഇതാണ് URL. നമ്മുടെ സെർച്ച് ബാറിൽ കാണും. അതാണ് URL, അല്ലെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നിട്ട് യൂണിക് റിസോഴ്സ് ലൊക്കേറ്റർ പല പേരിൽ, HTTPS :/ പിന്നെ ഡൊമൈൻ, ഫുൾ ഉണ്ടാവും. ഇനി ഡൊമൈൻ എന്ന് പറയുന്നത് ഡൊമൈൻ അല്ലെങ്കിൽ ഡൊമൈൻ നെയിം എന്ന് വിളിക്കാം. ഡൊമൈൻ അല്ല ഡൊമൈൻ നെയിം. ഇതെന്ന് പറയുന്ന ഈ URL അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഇതായിരിക്കും, tesla.com. അത്രയും ഭാഗത്താണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് വിളിക്കുക. ഓക്കെ, URL, ഡൊമൈൻ നെയിം. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്ടറി ഉണ്ടാവും. അതായത് ഇപ്പോൾ tesla.com/admin എന്ന് പറയുന്ന അഡ്മിൻ എന്ന് പറയുന്ന അവിടെ ഒരു ഡയറക്ടറിയാണ്. അതായത് ആ tesla.com അകത്തുള്ള ഒരു ഡയറക്ടറി, അതിനകത്തുള്ള ഒരു ഡയറക്ടറി /admin. അപ്പോൾ ഒരു പോർഷൻ നിങ്ങള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സിസ്റ്റത്തിൽ കയറുകയാണെങ്കിൽ അവിടെ കാണിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യേണ്ടത് നമ്മളിപ്പോ റീൽസ് പോർഷൻ പോയി കഴിഞ്ഞാൽ ഒരു /reels കാണിക്കും. അപ്പൊ അതേപോലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ, അഡ്മിൻ എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ ലോഗിനോ എന്തെങ്കിലും കാണാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ എന്തും വരാട്ടോ. ഇതിപ്പോ നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ പാത്ത് നോക്കിയാൽ മതി. അവിടെ പാത്തിലും ഈ സാധനം ഒരു ഫോൾഡറിന്റെ പേരുണ്ടാവും, അതിന്റെ അകത്തൊരു ഫോൾഡർ ആണെങ്കിൽ /ഉണ്ട്, ആ ഫോൾഡർ നെയിം ഉണ്ടാവും. ആ ഒരു സെയിം മെത്തേഡാണ് ഇവിടെ വരുന്നത്. അതെ. സോ അപ്പോൾ ഇപ്പോൾ അവിടെ എന്തും വരട്ടെ. ഫോർ എക്സാമ്പിൾ, let's say XYZ, tesla.com/XYZ എന്ന് പറയുന്നത്, അതിൽ XYZ എന്ന് പറയുന്നത് ഒരു
ഡയറക്റ്റ് ആണ്. XYZ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്തും വരാം, ജസ്റ്റ് റാൻഡം ഇട്ടേക്കുന്നതാണ്. സബ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tesla.com-ന്റെ ഇങ്ങനെ വരാം. ഇപ്പോൾ abc.tesla.com. അപ്പോൾ ഇത് tesla.com എന്ന ഡൊമൈൻ നെയിമിന്റെ ഒരു സബ് ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഈ ABC എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് വരാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ABC ഇട്ടെന്നുള്ളൂ. നമ്മളെ വേർഷൻസ് ഇങ്ങനെ വരാറില്ല, V2 അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പേര് ഇഷ്ടമുള്ള പേരിടാം. നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഒരു ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഡസൻ മാറ്റർ എന്ത് പേര് എഴുതുന്നുള്ള ഇഷ്ടമുള്ള പേരിൽ ഒരാൾക്ക് ഒരു ഡൊമൈൻ സബ് ഡൊമൈൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ എന്ത് വിടാം, ABC or XYZ or സംതിങ്, x.tesla.com, എന്ത് പേരിൽ വേണമെങ്കിലും ഒരു സബ് ഡൊമൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു സബ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഡൊമൈൻ നെയിമിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും അത് വരിക. ഡൊമൈൻ നെയിമിന് തൊട്ട് മുമ്പായിട്ട് വരുന്നെങ്കിൽ സബ് ഡൊമൈൻ എന്ന് പറയും. അപ്പോൾ ഈ സബ് ഡൊമൈൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പല ആവശ്യങ്ങൾ വരാം കേട്ടോ. ഒരു സബ് ഡൊമൈനെ സംബന്ധിച്ച് പല റിക്വയർമെന്റ്സ് വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വെബ്സൈറ്റ് കാണിച്ചു. അപ്പോൾ ഇതിൽ സബ് ഡൊമൈൻ നമ്മൾ ഫോൾഡറിന് നേരെ തിരിച്ചല്ലേ, അത് ഫോൾഡർ എന്ന് പറയും. ഫോൾഡർ നമ്മൾ മെയിൻ ഫോൾഡർ, അതിന്റെ സബ് ഫോൾഡർ അങ്ങനെ വരുന്നോ. ഇവിടെ സബ് ഡൊമൈൻ തിരിച്ചു ആദ്യമായിട്ടായിരിക്കും. ആദ്യം സബ് ഡൊമൈൻ പിന്നെ ഡൊമൈൻ ഇങ്ങനെ ആയിരിക്കും abc.tesla.com. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഡൊമൈനാണ് sharathia.com. ഇതെൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റാണ് sharathia.com എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ URL സബ് ഡൊമൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, റൈറ്റ്. ഞാനത് ഇവിടെ വെസ്റ്റ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റുന്ന sharathia.com, ഇതാണ് എൻ്റെ ഡൊമൈൻ നെയിം, റൈറ്റ്. ഈ ഡൊമൈൻ നെയിമിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ എൻ്റെ ഒരു ലാബ്, എൻ്റെ കുറച്ച് ഹോബി പ്രൊജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഈ ബ്ലോക്ക് ചെയിൻ ലാബ് എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിനുകളെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഡൊമൈൻ്റെ സബ് ഡൊമൈനായിട്ടാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ എൻ്റെ സബ് ഡൊമൈൻ എങ്ങനെയാണ്, ബ്ലോക്ക് ചെയിൻ ലാബ് .sharathia.com. അപ്പോൾ എൻ്റെ ഡൊമൈനകത്ത് തന്നെ ബ്ലോക്ക് ചെയിൻ ലാബ് എന്ന് പറഞ്ഞൊരു ഓരോ സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ വേറൊരു സബ് ഡൊമൈനാണ് ഈ API റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സാധനമുണ്ട്. അതും വേറൊരു സബ് ഡൊമൈനിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. API പ്ലേഗ്രൗണ്ട് എന്ന് പറയുന്നില്ല. ഇവിടെ API lab.sharathia.com. അപ്പോൾ ഇതെൻ്റെ വേറെ സബ് ഡൊമൈനാണ്, API lab.sharathia.com എന്ന് പറയുന്നത്. ഇത് വേറെ സബ് ഡൊമൈനാണ്. ഇങ്ങനെ എനിക്ക് എന്ത് പേരിൽ വേണമെങ്കിലും ഒരു സബ് ഡൊമൈൻ പറയാം. എൻ്റെ മെയിൻ ഡൊമൈൻ sharathia.com, അതായത് ബ്ലോക്ക് ചെയിൻ lab.sharathia.com, അതായത് API lab.sharathia.com അല്ലെങ്കിൽ xyz.sharathia.com. ഇറ്റ്സ് അപ് ടു മീ, എന്ത് പേരിൽ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ സൈബർ സെക്യൂരിറ്റി അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ, അല്ലെങ്കിൽ എന്തിന് ഇതിങ്ങനെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഡൊമൈൻ നെയിമിനകത്തുള്ള പേജുകളും സബ് ഡൊമൈനകത്തുള്ള പേജുകളും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഡൊമൈൻ നെയിമിൽ കാണുന്ന പേജുകൾ കംപ്ലീറ്റ്ലി സെക്യൂർ ആയിരിക്കാം, പക്ഷേ സബ് ഡൊമൈൻ ചിലപ്പോൾ വൾണറബിൾ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അതായത് 10 സബ് ഡൊമൈനുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 10 ടാർഗറ്റുകൾ എന്നാണ്. ഇപ്പോൾ sharathia.com എന്ന വെബ്സൈറ്റ് നിങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ sharathia.com ഒരു ടാർഗറ്റാണ്, ബ്ലോക്ക് ചെയിൻ lab.sharathia.com മറ്റൊരു ടാർഗറ്റാണ്, API lab.sharathia.com മറ്റൊരു ടാർഗറ്റാണ്. കാര്യം ഇതിൽ ഒരെണ്ണം സെക്യൂർ ആയതുകൊണ്ട് മറ്റുള്ളത് സെക്യൂർ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല സബ് ഡൊമൈനുകൾ. അത് സബ് ഡൊമൈനുകൾ എപ്പോഴും ഡൊമൈൻ നെയിമിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഡൊമൈൻ നെയിമിൽ ഇല്ലാത്ത ഫംഗ്ഷനാലിറ്റീസ് സബ് ഡൊമൈനിലുണ്ടാവും, സബ് ഡൊമൈനുള്ള ചിലപ്പോൾ ഡൊമൈൻ നെയിമിൽ ഉണ്ടാവില്ല. അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ ഡൊമൈൻ നെയിം സെക്യൂർ ആയതുകൊണ്ട് എപ്പോഴും ആ ഇന്ത്യർ വെബ്സൈറ്റ് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം ഡൊമൈനും സബ് ഡൊമൈനുകൾ സെക്യൂർ ആകുമ്പോൾ മാത്രമേ ആ വെബ്സൈറ്റ് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അസസ്മെന്റ് ചെയ്യുമ്പോൾ പ്രോട്ടോടൈപ്പിന്റെ സൈറ്റ് ആണെങ്കിൽ പ്രോട്ടോടൈപ്പ് സാധനം അത് ചിലപ്പോൾ സെക്യൂർ ആയിരിക്കും. അതെ, പക്ഷെ അതിന്റെ ലോഗിൻ പേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ലോഗിൻ പേജിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ prototype.com/login എന്തെങ്കിലും ബഗ് ഉണ്ടാവുന്നതാണോ? അതായത് ഇപ്പോൾ ഇത് പ്രോട്ടോടൈപ്പ് എടുത്തോ, prototype.com. ഇപ്പോൾ prototype.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചു. ലെറ്റ്സ് സേ prototype.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ എടുത്തു, ഇതിനെ ടെസ്റ്റ് ചെയ്തു. ഇതിൽ വൾണറബിലിറ്റീസ് ഒന്നും ഇല്ല. ഫോർ ദ ടൈമിംഗ് ലെറ്റ്സ് സേ ഇതിനകത്തൊരു വൾണറബിലിറ്റി ഇല്ല നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് പ്രോട്ടോടൈപ്പ് സെക്യൂർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രോട്ടോടൈപ്പിന് ചിലപ്പോൾ എന്തുണ്ടാവാം, സബ് ഡൊമൈനുകൾ ഉണ്ടാവും. സബ് ഡൊമൈനുകൾ ഉണ്ടെങ്കിൽ ആ സബ് ഡൊമൈനകത്ത് വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, സബ് ഡൊമൈൻസ് അറിയണം. സബ് ഡൊമൈൻസ് അറിഞ്ഞാലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ് ഡൊമൈൻസ് അറിയാന്നുള്ളതാണ് നമ്മളുടെ സ്റ്റെപ്പ്. അവിടെയാണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് വരുന്നത്. അപ്പോൾ സബ് ഡൊമൈൻസിന് ഏതൊക്കെയാണ് സബ് ഡൊമൈനുള്ളതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ് ഡൊമൈനെയും ടെസ്റ്റ് ചെയ്യണം. അതിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് വേണമെങ്കിൽ ടെക്നിക്കൽ എന്ന് പറയാം. നമ്മളെ സബ് ഡൊമൈൻസിനെ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് ടെക്നിക്കൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് വേണം. നെറ്റ്വർക്ക് സ്കാനിങ്ങിൽ വരുന്നതാണ്. നെറ്റ്വർക്ക് സ്കാനിങ്ങിൽ വരുന്നത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർലി ടെക്നിക്കലാണ്. അത് IP അഡ്രസ്സുകൾ അല്ലെങ്കിൽ സെർവറുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് ഗ്യാതർ. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്യുവർലി ടെക്നിക്കൽ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ആ വെബ്സൈറ്റിനെ പറ്റിയുള്ള പല ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിൽ സബ് ഡൊമൈൻസും കളക്ട് ചെയ്യുന്നു. പ്യുവർലി ടെക്നിക്കൽ അല്ല. ഇപ്പോൾ നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാര്യം പ്യുവർലി ടെക്നിക്കലാണ്. ഇവിടെ എന്ന് പറയാൻ പറ്റില്ല, പകരം നമ്മൾ ആ വെബ്സൈറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നു മാത്രം.
പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന വെബ്സൈറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആകുമ്പോൾ ടെക്നിക്കൽ ഇൻഫോ എന്നും പറയാം. പക്ഷേ നെറ്റ്വർക്ക് സ്കാനിങ്ങിലേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, അവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അഗൈൻ ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ഡിഫറൻസ്, ദാറ്റ്സ് അതർ തിങ്. ഇത് വലിയൊരു ഡിഫറൻസ് അല്ല കേട്ടോ. ബേസിക് സ്റ്റെപ്സ് ആണ്. നമ്മൾ നോർമലി ഒരു ഹാക്കിങ് അല്ലെങ്കിൽ ഒരു പെൻടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഫസ്റ്റത്തെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാന്നുള്ളതാണ്. അതെ. അതിപ്പോ ഇനി എന്തിന്റെ ആണെങ്കിലും നമ്മൾ എടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് മൊത്തം മനസ്സിലാക്കുക എന്നുള്ളതാണ്. യെസ്. അതിൽ ടെക്നിക്കൽ ഉണ്ടാവും, നോൺ ടെക്നിക്കൽ ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ദി ടാർഗറ്റ്. ഇപ്പോൾ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഗ്യാദർ ചെയ്യാൻ ഉണ്ടാവുക ടെക്നിക്കൽ ഡാറ്റാസ് ആയിരിക്കും. അവിടെ നമുക്ക് മറ്റു ഡാറ്റാസ് വളരെ കുറവായിരിക്കുമല്ലോ. ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഉണ്ടോ? അതെ, നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും കുറച്ചുകൂടെ. ബ്രോട്ടോടൈപ്പ് എടുക്കാം. ബ്രോട്ടോടൈപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ brototype.com സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ www.brototype.com എന്ന് പറഞ്ഞ ഒരു ഡൊമൈൻ ഉണ്ട്, റൈറ്റ്? ആ ഡൊമൈൻ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ട് വൾണറബിലിറ്റീസ് ഒന്നും ഇല്ലെന്ന് കണ്ടുപിടിച്ചു എന്ന് വെച്ചോ. പക്ഷേ നമുക്ക് അപ്പോഴും പറയാൻ പറ്റില്ല ബ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന വെച്ചിട്ട് സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ ചിലപ്പോൾ സബ് ഡൊമൈൻസ് ഉണ്ടാകും. ഇവിടെ സബ് ഡൊമൈൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. സബ് ഡൊമൈൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇപ്പോൾ ഇവിടെ സബ് ഡൊമൈൻസ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു URL ഉണ്ടാവും, ഡൊമൈൻ നെയിം ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, സബ് ഡൊമൈൻസ് ഉണ്ടാവും. ഈ സബ് ഡൊമൈൻസ് തന്നെ പലതരത്തിലുണ്ട്. പ്രൈമറി സബ് ഡൊമൈനുകളുണ്ട്, സെക്കൻഡറി സബ് ഡൊമൈനുകളുണ്ട്, ടെറിഷറി സബ് ഡൊമൈനുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പ്രൈമറി സബ് ഡൊമൈനാണ്. ഇതിനെ നമുക്ക് പ്രൈമറി സബ് ഡൊമൈൻ എന്ന് വിളിക്കാം. അത് കഴിഞ്ഞാൽ സെക്കൻഡറി സബ് ഡൊമൈൻ ഉണ്ട്. സെക്കൻഡറി സബ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ xyz.abc.tesla.com അപ്പോൾ അവിടെ 2 വന്നു. ഇതൊരു സെക്കൻഡറി സബ് ഡൊമൈനാണ്. അതുപോലെ ടെറിഷറി ഉണ്ട്. ടെറിഷറി എന്ന് പറഞ്ഞാൽ 2 വരും, 3 വരും. അങ്ങനെ 3 വരെ 4 വരെ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ചില വെബ്സൈറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സബ് ഡൊമൈനുകൾ എന്ന് പറഞ്ഞാൽ 80, 60, 70, 100 സബ് ഡൊമൈനുകളുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ വെബ്സൈറ്റിൽ ഏകദേശം എത്രയാ 22 ലക്ഷം രൂപത്തോളം സബ് ഡൊമൈൻസ്, സംതിങ് ലൈക്ക് ദാറ്റ്. അത്ര ഒരുപാട് സബ് ഡൊമൈൻ ഒക്കെ അവരുടെ ഫംഗ്ഷൻസിനനുസരിച്ച് ആ ബിസിനസ്സിന് അത്രയും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്ക് സബ് ഡൊമൈൻ ആവശ്യം ഉണ്ടാവില്ല, ചിലർക്ക് സബ് ഡൊമൈനുകൾ കുറെ ആവശ്യം ഉണ്ടാവും. അത് ഡിപ്പെൻസ് ആണ്, അവരുടെ നീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിലൊക്കെ സെക്യൂർ ആക്കാൻ നോക്കുന്നത്. അത്രയും ടാർഗറ്റ് ആണ്. ഇപ്പോൾ ഒരു 10 സബ് ഡൊമൈൻ ഉണ്ടെങ്കിൽ 10 ടാർഗറ്റ് ആണ്. നമ്മൾ അസസ് ചെയ്യുന്ന ഒരു സിംഗിൾ വെബ്സൈറ്റിനെ ആണെങ്കിലും നമുക്ക് ശരിക്കും ഉള്ളത് ടാർഗറ്റുകൾ കുറെ ഉണ്ടാവും. അപ്പോൾ ആ സിംഗിൾ വെബ്സൈറ്റിന് ഒരു സബ് ഡൊമൈൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒറ്റ ടാർഗറ്റാണ്. പക്ഷെ ഒരു 200 സബ് ഡൊമൈൻ ഉണ്ടെങ്കിൽ 200 നമ്മളുടെ ടാർഗറ്റാണ്. 20,000 ഉണ്ട്, 20,000 നമ്മളുടെ ടാർഗറ്റാണ്. 20 ലക്ഷം ഉണ്ട്, 20 ലക്ഷം നമ്മളുടെ ടാർഗറ്റാണ്. ഇത് ബഗ് ബൗണ്ടിയിലേക്ക് വരുമ്പോൾ എപ്പോഴും ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഡൊമൈൻസിന്റെ എണ്ണം കൂടുന്തോറും നമുക്ക് ബഗ് കിട്ടാനുള്ള ചാൻസ് കൂടും. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിന് ഏകദേശം 80,000 1,00,000 അങ്ങനെ സബ് ഡൊമൈനുകളുണ്ട്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മളത് നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്, കെയോസ് എന്ന് പറയുന്ന ഒരു വെബ് പേജ് നോക്കാം. കെയോസ് പ്രൊജക്ട് ഡിസ്കവറി സെർച്ച് ചെയ്തിട്ട് കെയോസ് പ്രൊജക്ട് ഡിസ്കവറി, ഇവിടെ കെയോസ് ബൈ പ്രൊജക്ട് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സബ് ഡൊമൈൻസിൻ്റെ ഒരു ലിസ്റ്റ് കാണാം. സെർച്ച് ചെയ്യാൻ ലോഡേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഗൂഗിൾ നോക്കാം. ഗൂഗിളിന് സബ് ഡൊമൈൻസ് 98,654 സബ് ഡൊമൈൻസ് ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഏകദേശം നിയർ ടു 1 lakh, ഒരു 1 ലക്ഷത്തോളം സബ് ഡൊമൈനുണ്ട്. ലെറ്റ്സ് എ ഗൂഗിളിൻ്റെ ഒരു സെക്യൂരിറ്റി ടീം, ഗ്ലോബലുള്ള സെക്യൂരിറ്റി ടീമിൽ എല്ലാം കൂടെ ഒരു 500 പേരോ 600 പേരോ സെക്യൂരിറ്റി ടീമിൽ മാത്രം ഉണ്ടെന്ന് ലെറ്റ്സ് അസ്യൂം. അത്ര ഉണ്ടാവില്ല, ലെറ്റ്സ് അസ്യൂം 500ഓളം സെക്യൂരിറ്റി ടീം മാത്രം ഉണ്ടെന്ന് കരുതുക. 500ഓളം ആൾക്കാർ സെക്യൂരിറ്റി ടീമിലും. ഈ 500ഓളം പേര് ഇരുന്ന് പണിയെടുത്താൽ പോലും ഈ 1 ലക്ഷം സബ് ഡൊമൈനുകളെയും കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് തീർക്കാൻ അവർക്ക് പറ്റണമെന്നില്ല. പക്ഷെ അവിടെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് എന്തായാലും ഉണ്ടാവും. ഈവൻ തോ ഓട്ടോമേറ്റഡ് സിസ്റ്റംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റി വരുന്നതൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 98,564 സബ് ഡൊമൈൻ 654 സബ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഒരു അറ്റാക്കറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ടാർഗറ്റുകളാണ്. അത്രയും ടാർഗറ്റുകൾ കൂടുമ്പോൾ വൾണറബിലിറ്റി കിട്ടാനുള്ള ചാൻസ് എന്താണ്? കുറച്ചുകൂടെ കൂടുതലാണ്. ഇതേപോലെ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ വെബ്സൈറ്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന് 21,20,248 വെബ്സൈറ്റുകളുണ്ട്. 21 ലക്ഷം വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ സബ് ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ അത്രയും ടാർഗറ്റുകൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ വൾണറബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 21 ലക്ഷം ടാർഗറ്റിനെ എടുത്തിട്ട് ഈ 21 ലക്ഷം ആൾക്കാരെ നമ്മൾ നിർത്തിയിട്ട് അത് ഇതിൽ ഒരാളെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവും. സെയിം വേ 21 ലക്ഷം സബ് ഡൊമൈൻസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചോദിച്ചാൽ ശരി ഇതിലേതെങ്കിലും ഒരാൾ ടാർഗറ്റ് വൾണറബിൾ ആയിരിക്കും. അത് ഏതെന്ന് കണ്ടുപിടിക്കണമെന്നിടത്താണ് ഒരു ബഗ് ബൗണ്ട് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ചെയ്യുന്ന ആളുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ദിസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സബ് ഡൊമൈൻസിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ടാർഗറ്റിന്റെ എണ്ണമാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു വെബ്സൈറ്റിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ ആദ്യം വെബ്സൈറ്റിന്റെ സബ് ഡൊമൈൻസ് കളക്ട് ചെയ്ത് നോക്കണം.
സബ് ഡൊമൈൻസ് ഉള്ള വെബ്സൈറ്റുകളും ഉണ്ടാവും, ഇല്ലാത്ത വെബ്സൈറ്റ്. അതാണ് ബിസിനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ബിസിനസ് റിക്വയർമെന്റിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ സബ് ഡൊമൈൻ വേണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സിന് സബ് ഡൊമൈനിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് വേണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദാറ്റ് ബിസിനസ് ആ സബ് ഡൊമൈൻസിൻ്റെ റിക്വയർമെന്റ് മാറാം. ചിലതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഒന്നും ഉണ്ടാവില്ല, ചിലതിൽ കുറേ ഉണ്ടാവാം, ചിലതിൽ ചിലപ്പോൾ കൂടുതൽ വെബ് പേജുകളായിരിക്കും ഉണ്ടാവുക. അപ്പോഴും ഈ സബ് ഡൊമൈൻസിൻ്റെ ഇതേ കോൺസെപ്റ്റ് ആയിരുന്നു, നമുക്ക് അതിലേക്ക് നോക്കാം. എനിവേ, അപ്പോൾ ഇപ്പോൾ ബ്രോട്ടോടൈപ്പിൻ്റെ കൺസെപ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബ്രോട്ടോടൈപ്പ്.com. ഇപ്പോൾ ബ്രോട്ടോടൈപ്പ്.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് എടുത്തു. നമ്മളിവിടെ ഒരു ഗൂഗിൾ ഡോർക്ക് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പാടാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളുടെ ഗൂഗിൾ ഡോർക്കിങ്ങിനെ പറ്റി. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡോർക്ക് ഉണ്ട്, സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, സൈറ്റ് എന്ന് പറയുന്ന ഒരു ഡോർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റ് നമ്മൾ സബ് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പോകണം. സബ് ഡൊമൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ സബ് ഡൊമൈൻ ഐഡന്റിഫൈ ചെയ്യുന്ന സൈറ്റ് ഫുൾ കോളം ബ്രോട്ടോടൈപ്പ്.com. അപ്പോൾ ബ്രോട്ടോടൈപ്പിൽ നിന്ന് മാത്രമുള്ള റിസൾട്ടുകൾ വന്നു, റൈറ്റ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രോട്ടോടൈപ്പ്.com, www.prototype എന്ന് പറയുന്നത് ശരിക്കും സബ് ഡൊമൈൻ പോലെയാണ്, പക്ഷേ അതിനെ സബ് ഡൊമൈൻ ആയിട്ട് ആരും കൺസിഡർ ചെയ്യില്ല. www വളരെ കോമൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി അറിയാം, www.prototype ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇതിനി എനിക്ക് എൻ്റെ സെർച്ച് റിസൾട്ടുകളിൽ ആവശ്യമില്ല എന്ന് കരുതിക്കോ. ഇനി www എന്നുള്ള എൻ്റെ റിസൾട്ടിൽ കാണണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് -www. അപ്പോൾ എന്താ വെച്ചാൽ നെഗേഷനാണ് അത്. അപ്പോൾ നമ്മളുടെ സെർച്ച് റിസൾട്ടിൽ www എന്ന് പറയുന്നത് എന്തുണ്ടാവില്ല, നമ്മളുടെ സെർച്ച് റിസൾട്ടുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഓപ്പൺ റൺ ചെയ്ത് കഴിഞ്ഞാൽ www വെച്ചിട്ടുള്ള എല്ലാം പോയി. ഇനി നമുക്കൊന്ന് അടുത്തൊരു സബ് ഡൊമൈൻ നോക്കിയേ. ഇവിടെ study.prototype.com എന്ന് പറഞ്ഞ സബ് ഡൊമൈൻ വന്നിട്ട് വേണം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ study.prototype.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ കാണാം. അപ്പോൾ അതൊരു സബ് ഡൊമൈനാണ്. prototype.com ഒരു ഡൊമൈൻ ഉണ്ട്, study.prototype.com ഉണ്ട്. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി അതും എൻ്റെ റിസൾട്ടിൽ വരേണ്ട ആവശ്യമില്ല, -study. അടുത്തത് reviewer.prototype.com ഉണ്ട്. അപ്പോൾ റിവ്യൂവർ എന്ന് പറഞ്ഞ പോർട്ടലുണ്ട്, റിവ്യൂവർ പോർട്ടൽ കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് v2-app.prototype.com ഉണ്ട്. അപ്പോൾ -v2-app, അപ്പോൾ അത് കിട്ടി. പിന്നെ അതുപോലെ നോക്കി കഴിഞ്ഞാൽ വേറെ ഏതാ സബ് ഡൊമൈൻ ഉള്ളത്, learn.prototype.com ഉണ്ട്. അപ്പോൾ -learn കിട്ടി. ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇനി സബ് ഡൊമൈൻസ് ഒന്നും ഇല്ല, എത്ര സബ് ഡൊമൈൻ ഉണ്ട്. അപ്പോൾ prototype.com എന്ന് പറയുന്ന വെബ്സൈറ്റിന് എത്ര സബ് ഡൊമൈനുകളുണ്ട്, www, study, reviewer, v2app, learn, 5 സബ് ഡൊമൈനുകളുള്ളതായിട്ട് നമുക്ക് കാണാം. www നമ്മൾ ഇതിലിപ്പോൾ കൂട്ടണ്ട, ബാക്കിയുള്ള എടുത്ത 4 സബ് ഡൊമൈനുകളാണ് ശരിക്കും ഈ ടാർഗറ്റിനുള്ളത്. എല്ലാവരും വരുന്നതല്ല, അത് എല്ലാത്തിലും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഒരു സബ് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല, പക്ഷെ പറയാം എന്ന് മാത്രം, അത് കൺസിഡർ ഉണ്ട്. ബാക്കി 4 എടുക്കാം. അപ്പോൾ 4 സബ് ഡൊമൈനുകൾ prototype.com ഉണ്ട്. അപ്പോൾ prototype.com ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനൊക്കെ ടെസ്റ്റ് ചെയ്യണം, prototype.com ടെസ്റ്റ് ചെയ്യണം, study.നെ ടെസ്റ്റ് ചെയ്യണം, റിവ്യൂവറിനെ ടെസ്റ്റ് ചെയ്യണം, v2app ടെസ്റ്റ് ചെയ്യണം, ലേണും ടെസ്റ്റ് ചെയ്യണം. ഇത് 4 ടെസ്റ്റ് ചെയ്ത് ഇത് 4ലും വൾനറബിലിറ്റി ഇല്ലെന്ന് ഉറപ്പിച്ചാലേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, prototype.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സെക്യൂർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് 4 ടാർഗറ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. കാര്യം 4ന്റെ ഫംഗ്ഷനാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ prototype.com ഇല്ലാത്ത ഫംഗ്ഷൻസ് എവിടെ ഉണ്ടാവുക, ലേൺ.ലുണ്ടാവും, അല്ലെങ്കിൽ ലേണിൽ ഇല്ലാത്ത ഫംഗ്ഷൻസ് റിവ്യൂവറിലുണ്ടാവും, അതിലില്ലാത്ത ഫംഗ്ഷൻസ് v2app-ലുണ്ടാവും. ചിലതിൽ ലോഗിൻ ഉണ്ടാവും, ചിലതിൽ ലോഗിൻ ഉണ്ടാവില്ല, ചിലതിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവും, ചിലതിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവില്ല, ചിലതിൽ ചിലപ്പോൾ OTP ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലതിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിലെയും ഫംഗ്ഷനാലിറ്റി ഓരോന്നാണ്. ആ ബിസിനസിന്റെ റിക്വയർമെന്റ് ആണ് ആ സബ് ഡൊമൈൻ വേണോ വേണ്ടത്. അപ്പോൾ ഈ ബിസിനസ്സിന് ഇത്ര സബ് ഡൊമൈൻ മതി. പക്ഷേ ഗൂഗിൾ പോലൊരു കമ്പനിക്ക് 98,000 സബ് ഡൊമൈൻ വേണം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന് 21 ലക്ഷത്തോളം സബ് ഡൊമൈൻ വേണം. ചിലപ്പോൾ വേറൊരു കമ്പനി എടുത്ത് കഴിഞ്ഞാൽ അതിലും കുറച്ച് സബ് ഡൊമൈൻസ് മതി. ഇപ്പോൾ sharathiya.com എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ് എടുത്താൽ അതിൽ എനിക്ക് 2 സബ് ഡൊമൈൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പർപ്പസിനനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കമ്പനിയുടെ ഒരു നീഡാണ് അതെങ്ങനെ ആവണം, അല്ലെങ്കിൽ എന്തായിരിക്കണം വേണം എന്നുള്ളത്. ഇപ്പോൾ ഈ സബ് ഡൊമൈൻസ് തീരെ ആവശ്യമില്ലാത്ത ഒരു കമ്പനിയുണ്ട്, തീരെ ആവശ്യമില്ലാത്ത കമ്പനികളും ബിസിനസ്സുകളും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ വെബ്സൈറ്റ് അതിൻ്റെ അകത്ത് തന്നെ എല്ലാ ഓപ്പറേഷൻസ് നടക്കുന്നു ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെബ്സൈറ്റ് കാണിക്കും. ഇപ്പോൾ സോഡിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പനി. ഇത് ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണ്. ഇത് ടീഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫാഷൻ റിലേറ്റഡ് ഇ-കൊമേഴ്സ് കമ്പനിയാണ്. സോഡിക്സ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. സോഡിക്സ് എത്ര സബ് ഡൊമൈൻ ഉണ്ടെന്ന് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്. ഇപ്പോൾ സൈറ്റ് ഫുൾ കോളൻ, ഈ സൈറ്റ് എന്നുള്ള പോലത്തെ ഒരുപാട് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഓപ്പറേറ്റേഴ്സ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി കാണാൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. കാരണം ഓരോന്നും എടുത്ത് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ട്യൂട്ടോറിൽ പോകുന്ന സമയത്ത് അതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം. അത് നിങ്ങളൊരു ഹോബി ആയിട്ട് മാറ്റി ഒരു സാധനം വേണം തോന്നിക്കഴിഞ്ഞാൽ നോർമലി ഒരു സെർച്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡോർക്കും കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ
ഫുൾ കോളൻ നമ്മൾ പ്രോട്ടോടൈപ്പ് ഇൻഡസ്ട്രി ചെയ്ത അതേ പ്രോസസ് സൈറ്റ് ഫുൾ കോളൻ sodix.com. എന്നാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സബ് ഡൊമൈൻ പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. എല്ലാം എല്ലാം sodix.com എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ താഴേക്ക് ഒരു സബ് ഡൊമൈൻ പോലെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. എത്ര നമ്മളെ പേജ് ഇപ്പോൾ നമുക്ക് ഒരു ലാസ്റ്റ് പേജിലേക്ക് നോക്കാം. ഇവിടെ എല്ലാം ഇവിടെ ഒന്നും ഒരു സബ് ഡൊമൈൻ എന്ന് പറയുന്ന ഒരു സാധനമില്ല. കാര്യം ഈ ബിസിനസ്സിന് എന്തിന്റെ ആവശ്യമില്ല, സബ് ഡൊമൈൻ്റെ ആവശ്യമില്ല. ഒരു സബ് ഡൊമൈൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് സബ് ഡൊമൈൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് ഇങ്ങനത്തെയും ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്, ഒരു ബിസിനസിന്റെ റിക്വയർമെന്റ് ആണ് സബ് ഡൊമൈൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും. അതായത് ഇതിൽ നേരത്തെ പറഞ്ഞ സബ് ഡൊമൈൻ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരുപാട് പേജുകളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ sodix.com ഏകദേശം 10 പേജുള്ള റിസൾട്ടുകൾ ലോങ് ആയിട്ടുണ്ട്. അതായത് 14 നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെബ് പേജുകളുണ്ട്, പക്ഷെ എന്തില്ല, സബ് ഡൊമൈനുകൾ. അപ്പോൾ ടാർഗറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ, ഓരോന്നും ഓരോ വെബ് പേജുകളാണ്, പക്ഷെ അതേപോലെ അല്ല എന്തെന്ന് പറയുന്നത് മറ്റേന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടാർഗറ്റും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടാർഗറ്റിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. എത്ര ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒറ്റ ടാർഗറ്റിൽ പറയാൻ പറ്റും. ആക്ച്വലി ഒറ്റ ടാർഗറ്റുള്ളൂ, വിച്ച് sodix.com എന്ന് പറയുന്നത്. അതിന്റെ സബ് പേജിൽ തന്നെ വരുന്ന ഓരോരോ പോർഷൻസ്. അതെ, അതായത് നമ്മൾ ഒരു പേജിനെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എല്ലാ പേജിനെയും ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേജ് നമ്മൾ ടെസ്റ്റ് ചെയ്ത കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. ഇപ്പോൾ ഇതെന്താ അപ്പോൾ ഇതെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടീഷർട്സിൻ്റെ ഒരു പേജാണ്. ഈ പേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വുമൻസ് റൗണ്ട് നെക്ക് ടീഷർട്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റാൻഡംലി പ്രൊഡക്റ്റ് എഴുതും. ഈ വെബ് പേജ് ഉണ്ടല്ലോ, ഈ വെബ് പേജ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ഈ വെബ് പേജ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് കിട്ടുന്നോ അത് തന്നെ ആയിരിക്കും ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് പേജിലും ഉണ്ടാവുക. ഇപ്പോൾ ഈ പേജിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ പേജിൽ ഇങ്ങനെ ഒരു വൾനറബിലിറ്റി ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ പ്രൊഡക്റ്റിൻ്റെ പേജിൽ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഏത് പ്രൊഡക്റ്റ് പേജ് എടുത്താലും എന്തുണ്ടാവും, സെയിം വൾനറബിലിറ്റി. അങ്ങനെ എല്ലാം ഒറ്റ വെബ് പേജാണ്. ആ വെബ് പേജിലെ ഡാറ്റ മാത്രമാകുന്നുള്ളൂ, ഇമേജും പേരും ഒഴികെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ടാർഗറ്റിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സബ് ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല, നമ്മൾ ഒരു പേജ് ടെസ്റ്റ് ചെയ്താൽ പോരാ, നമ്മൾ ഓരോ സബ് ഡൊമൈനും ഇൻഡിവിജ്വൽ എടുത്ത് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ കമ്പനിക്ക് സബ് ഡൊമൈൻ അവർ കൂടുതൽ ആഡ് ചെയ്യുന്ന പറയുമ്പോൾ അത് അവർക്കൊണ്ട് റിസ്ക് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. സബ് ഡൊമൈൻസ് കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്ക് ആണ്. കാര്യം കൂടുതൽ അറ്റാക്ക് പോസിബിലിറ്റീസ് അവിടെ വന്നു. അതായത് സബ് ഡൊമൈൻസ് മാത്രമല്ല, കൂടുതൽ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്താൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫംഗ്ഷനാലിറ്റീസ് എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം പോസിബിൾ എൻ പോയിന്റുകൾ അല്ലെങ്കിൽ പോസിബിൾ അറ്റാക്ക് പോയിന്റ്സ് അവിടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സബ് ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതായത് ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ശരിക്കും വൾണറബിൾ ആവുക. അതായത് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഇറ്റ്സെൽഫ് അല്ല വൾണറബിൾ, അത് ആ വെബ്സൈറ്റിൽ റൺ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയാണ് എപ്പോഴും വൾണറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഫംഗ്ഷനാലിറ്റിയാണോ അവിടെ കൂടുതൽ വരുന്നത് അതിലെല്ലാം ഓരോരോ അറ്റാക്ക് പോയിന്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുക്കാം. prototype.co എടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള കുറേ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറ്റും ഫംഗ്ഷനാലിറ്റി ഉണ്ടാവും. ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. ഈ ഫംഗ്ഷനാലിറ്റിയിൽ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതൊരു ഫംഗ്ഷനാലിറ്റിയാണ്. അവിടെ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ഡ്രൈവ് നോക്കാം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ ഐ എം ഫ്രം എൻ IT ബാക്ക്ഗ്രൗണ്ട് ഫോം ഫില്ല് ചെയ്യാനാണ്. പിന്നെ നമുക്കിവിടെ വേറെന്തെങ്കിലും പിന്നെ കുറേ വീഡിയോസാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, സബ് ഡൊമൈനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെ സബ് ഡൊമൈൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LMS പ്ലാറ്റ്ഫോം എടുക്കാം, learn.prototype.com. ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ നമ്പർ കൊടുക്കാം. റൈറ്റ്, നമ്പർ കൊടുക്കുക എന്ന് പറയുന്ന നമ്പർ കൊടുക്കുക. ഞാൻ എൻ്റെ നമ്പർ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്നിട്ട് ഒരു OTP അയക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ OTP അയക്കുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി അവിടെ വന്നു. അപ്പോൾ OTP അയക്കുക എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ വൾനറബിലിറ്റി ട്രൈ ചെയ്യാം. അപ്പോൾ OTP വെച്ചിട്ടുള്ള ഒരു വൾനറബിലിറ്റിയാണ് നോ റേറ്റ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വൾനറബിലിറ്റി ഉണ്ട്. അതായത് കണ്ടിന്യൂസ്ലി OTPs അയക്കുക. ഇപ്പോൾ ഒരു 10,000 OTP 20,000 OTP ഒക്കെ അയക്കാൻ പറ്റുന്നതാണ് ഈ നോ റേറ്റ് ലിമിറ്റിംഗ് വൾനറബിലിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൾനറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ LMS രജിസ്റ്റർ ചെയ്യണം. അതായത് ഒരു ഹാക്കർക്ക് ആണെങ്കിൽ അൺലിമിറ്റഡ് OTP, അതായത് ആ ഒരു സെർവറിലോട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു OTP അയക്കുന്നതിന് എന്തെങ്കിലും ഒരു സർവീസ് ഇവിടെ ബാക്കെൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു OTP അയക്കുന്ന ഒരു സർവീസ് ഉണ്ട്. ഒരു OTP 10 വയസ്സ് 20 വയസ്സൊക്കെ കോസ്റ്റ് ഉണ്ട്. ഒരു 10 വയസ്സ് 20 വയസ്സോ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 10 വയസ്സ് കൂട്ടിക്കോ. ഒരു OTP അയച്ചാൽ 10 പൈസ പ്രശ്നമില്ല. 10 OTP അയച്ചു കഴിഞ്ഞാൽ 100 പൈസ, അതൊന്നും പ്രശ്നമില്ല. ഇതിങ്ങനെ ഒരു 1 ലക്ഷം OTP അയച്ചാൽ
ഒരു ലക്ഷം OTP ആണ് അയക്കുന്നതെങ്കിൽ ഒരു OTP 10 പൈസ വെച്ചിട്ട് 1 ലക്ഷം OTP അയച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര രൂപ നഷ്ടമുണ്ടോ? അങ്ങനെ ഒരു 10 ലക്ഷം OTP അയച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര രൂപ നഷ്ടമുണ്ട്? വേറെ പ്രശ്നം വരുന്നത് ഇന്ത്യ നമ്മൾ ആ എമൗണ്ട് ഉള്ളൂ. അബ്രോഡ് കൺട്രീസിനാണെങ്കിൽ കുറച്ചുകൂടെ കൂടും, 35, 39 അത്രയും രൂപയിൽ. അതേപോലെ അതൊരു സൈഡ്, കമ്പനിക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സൈഡ്. രണ്ടാമത്തെ സൈഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്റ്റുഡന്റ് OTP റിക്വസ്റ്റ് ചെയ്തു, അയാളുടെ നമ്പറിലേക്ക് ഒരു OTP കാരൻ 10,000 OTP രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് സ്റ്റുഡന്റിന് എന്ത് തോന്നും? പ്രോട്ടോടൈപ്പിനോട് ഒരു ദേഷ്യം തോന്നും. അല്ലെങ്കിൽ കാര്യം നമ്മളെ അനോയ് ചെയ്യുന്ന എന്താണ് ആ കമ്പനിയാണ്. അത് ആ കമ്പനിയുടെ എന്തിനെ ബാധിക്കാം? റെപ്യൂട്ടേഷനെ ബാധിക്കാം, ഗുഡ് വില്ലിനെ ബാധിക്കാം. അതായത് ഒരു ഫിനാൻഷ്യൽ നഷ്ടം മാത്രമല്ല ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അതേസമയം കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യാനും ഒരു സാധ്യതയുള്ള സാധനമാണ്. അപ്പൊ ഇപ്പൊ ഈ ഫംഗ്ഷനാലിറ്റി ഉള്ളത് കൊണ്ടാണ് അറ്റാക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു OTP അയക്കുന്ന ഫംഗ്ഷനാലിറ്റി ഇവിടെ ഇല്ലെങ്കിലോ എനിക്ക് അറ്റാക്ക് ഫോൺ നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക ആയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നതോ ആ അറ്റാക്ക് അവിടെ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സർവീസ് അവിടെ ഒക്കാതിരിക്കാനും പറ്റില്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അറ്റാക്ക് പോസിബിലിറ്റി ഉള്ളത്. അപ്പൊ അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള പല ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് പല അറ്റാക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. ഫംഗ്ഷനാലിറ്റി കൂടുമ്പോഴും സബ് ഡൊമൈൻ കൂടുമ്പോഴും അറ്റാക്കിനുള്ള സാധ്യതയും കൂടും. അപ്പോൾ ഫംഗ്ഷനാലിറ്റി എത്രത്തോളം കൂടുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷെ അത് നമ്മളുടെ നീഡിനനുസരിച്ചുള്ള ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ വെച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ OTP അയച്ചില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് ഓക്കെ, ആർക്കുണ്ടെങ്കിൽ എന്ത് നമ്പർ വേണമെങ്കിലും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യും. നമ്പർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ചുമ്മാ കുറേ അക്കൗണ്ടുകൾ ഉണ്ടാക്കണം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനാലിറ്റി അവിടെ നീഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ അറ്റാക്ക് അവിടെ എക്സിസ്റ്റിംഗ് അല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കും. എക്സിസ്റ്റിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? അറ്റാക്കിനുള്ള പ്രിവെൻഷൻസ് അവിടെ വെക്കും. ഇതാണ് പെനിട്രേഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ ഈ അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇങ്ങനെ ഫംഗ്ഷനാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയണം. അവിടെയാണ് നമ്മളുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് വരുന്നത്. ഈ സബ് ഡൊമൈൻ ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ അറ്റാക്ക് പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതാണ് അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറ്റാക്കുകൾ പോസിബിൾ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് അറ്റാക്ക് സർഫസ്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ അറ്റാക്ക് പോസിബിലിറ്റി. ഇപ്പോൾ ഇവിടെ ഞാൻ കളക്ട് ചെയ്ത 2 ഇൻഫർമേഷനാണ് പ്രോട്ടോടൈപ്പിനെ പറ്റി. ഒന്ന് സബ് ഡൊമൈൻ കളക്ട് ചെയ്തു, 2 സബ് ഡൊമൈനിൽ കയറി നോക്കി. അപ്പോൾ സബ് ഡൊമൈൻ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ learn.prototype ഉണ്ട്, അതിനകത്ത് OTP അയക്കാനുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതിൻ്റെ അർത്ഥം എനിക്കിവിടെ നോ റേറ്റ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഗീവ്സ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ഇൻഫർമേഷനാണ് എനിക്ക് എന്ത് തന്നത്? ഈ അറ്റാക്ക് ഉണ്ടെന്നുള്ള കറക്റ്റ് ഒരു പ്ലാനിങ് ഫേസ് എന്നൊക്കെ പറയാം. അതെ, അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ അത് അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്ന് പറയുന്നതാണ് പ്ലാനിങ്. നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇന്ന അറ്റാക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അപ്പോഴൊരു പോസിബിലിറ്റിയാണ്, അറ്റാക്ക് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെ OTP അയക്കാനുള്ള ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ഇങ്ങനെ അറ്റാക്ക് പോസിബിൾ ആണ്. പക്ഷേ അറ്റാക്ക് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയും? അറ്റാക്ക് ചെയ്ത് നോക്കുക. ഞാൻ അറ്റാക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഞാൻ അവിടെ നോ റേറ്റ് ലിമിറ്റിംഗ് അറ്റാക്ക് പെർഫോം ചെയ്യുക. അറ്റാക്ക് പെർഫോം ചെയ്യുമ്പോൾ അറ്റാക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം അവിടെ ആ വൾനറബിലിറ്റി ഉണ്ട്. അറ്റാക്ക് ഫെയിൽഡ് ആവുകയാണെങ്കിൽ എൻ്റെ അർത്ഥം അവിടെ വൾനറബിലിറ്റി ഇല്ല. അപ്പോൾ അതാണ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇനിഷ്യൽ ഫേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ അറ്റാക്ക് സർഫസ് മാപ്പിംഗ് ആണ്. ഇതേപോലെ നമുക്ക് വേറെ ഫംഗ്ഷനാലിറ്റീസ് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ OTP അയക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുന്നിടത്ത് എന്തൊക്കെ ചെയ്യാം? ലോഗിൻ ചെയ്യുന്നിടത്ത് നമ്പർ കൊടുക്കുക, ദെൻ ലോഗിൻ നമ്പർ കൊടുത്താൽ അവിടെ പിന്നെ OTP അയക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാസ്വേഡ് അയക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ നിയാസിൻ്റെ നമ്പർ ഒന്നും കൊടുക്കും. അഗൈൻ നമ്മൾ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു പിൻ വരും. അപ്പോൾ ഇവിടെ പിൻ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തു, എനിക്കിവിടെ കോഴ്സുകളൊക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മലയാളം ചൂസ് ചെയ്യുന്നു. മലയാളം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോഴ്സുകളാണ്. ഇപ്പോൾ 100K കോഡിംഗ് ചലഞ്ച്, വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ച്, ഇതൊക്കെ എനിക്ക് കാണാം. അപ്പോൾ ഇവിടെ എനിക്ക് കോഴ്സുകൾ കാണാം. അവിടെ സൈബർ സെക്യൂരിറ്റി കോഴ്സ്, നമ്മളുടെ സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സുകളുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ കോഴ്സുകൾ വായിക്കാം, അവിടെ കോഴ്സ് കാണാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യു നീഡ് ടു എൻറോൾ ദിസ് കോഴ്സ് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് ചാപ്റ്റർ. നമ്മൾ എൻറോൾ ചെയ്താലാണ് പറ്റുന്നത്. സ്റ്റാർട്ട് ലേണിംഗ് എക്സെട്ര. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ആ ഫംഗ്ഷനാലിറ്റി എനിക്ക് കാണാനും എനിക്ക് അതിനോട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ഉണ്ട് നമ്മൾ നോക്കണം. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുറേ കോഴ്സുകളുടെ ലിസ്റ്റിംഗ് ഉണ്ട്. ലേണിംഗ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ പ്രോട്ടോടൈപ്പ്, കോണ്ടാക്ടസ് ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ കറന്റ് സ്റ്റാറ്റസ്, സ്റ്റുഡൻറ്റ്, നമ്മളുടെ വർക്കിംഗ് ക്വാളിഫിക്കേഷൻ, ഇവിടെ എന്തൊക്കെ ഡാറ്റ ചോദിക്കുന്നുണ്ട്, സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറെ അധികം ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസേ ഉള്ളൂ. നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് കാണാം. പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഇവിടെ ഒരു ഡാറ്റ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കോൺടാക്ട് ചെയ്യാം, ലോഗൗട്ട് ചെയ്യാം. ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഇവിടെ ശരിക്കും ഇല്ല. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ ഇതൊരു പെയ്ഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റി വരാം. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ ഈ ടാർഗറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ടീഷർട്ടാണ് പർച്ചേസ്. ഇപ്പോൾ ഇവിടെ ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോസ്റ്റ് ഉണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്, റൈറ്റ്? ഇപ്പോൾ 299 എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ എല്ലാത്തിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വൾണറബിലിറ്റിയാണ്. അതായത് ഇതൊക്കെ നമ്മൾ ബഗ് ബൗണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഈ അറ്റാക്ക് പെർഫോം ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കും. ഇവിടെ നമ്മളൊരു ഓവർവ്യൂ തരികയാണ് ഇൻഫർമേഷൻ കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസിങ് ഉണ്ട്. അപ്പോൾ പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് 299 രൂപ ഞാൻ പേ ചെയ്യണം. ലെറ്റ്സ് സേ എനിക്ക് ഈ പ്രൈസ് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് മാറ്റാൻ പറ്റുമെങ്കിലോ. അപ്പോൾ 299 എന്ന പ്രൈസ് എവിടെയൊക്കെ വരാം. അപ്പോൾ ഞാൻ 299 ആണ് ഞാനിവിടെ ബൈ നോ കൊടുക്കുന്നത്. കോട്ടിൽ വരാം, പേയ്മെന്റ് ചെയ്യുമ്പോൾ വരാം, പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ബൈ നോ കൊടുക്കുമ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് കൂടെ വന്നു, സബ് ടോട്ടൽ, പിന്നെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കാം. അതിന് എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കോഡ് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. സബ് ടോട്ടൽ ഉണ്ട്, പിന്നെ ഷിപ്പിംഗ് ഉണ്ട്, പിന്നെ ടോട്ടൽ 299 കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻസ് കൂടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് കാണാം, ബ്രേസർ പേ, ക്യാഷ് വരും എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഇതൊക്കെ നമുക്ക് കാണാം. ലെറ്റ്സ് എനിക്ക് 299 എന്ന കോസ്റ്റ് എനിക്ക് എവിടെന്നെങ്കിലും വെച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള പ്രൈസൊക്കെ കാണാം. അങ്ങനെ വൾണറബിലിറ്റീസ് ഉള്ള വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു ആണെങ്കിൽ പറയാം. ഇപ്പൊ പണ്ട് ഫ്ലിപ്കാർട്ട് നമ്മുടെ ഇപ്പൊ കുറെ ടർഫ് ബുക്കിങ്ങിന്റെ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 299 ആണ് ഇതിന്റെ കോസ്റ്റ് എന്നുള്ളത് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിന്റെ സെർവർ എങ്ങനെ അറിയാം, അത് നമ്മളൊന്ന് ആലോചിച്ചാൽ. ഇപ്പൊ ഈ സെർവർ അറിയുന്ന, ഇപ്പൊ എനിക്കിവിടെ അറിയാം 290 ഇതിന്റെ സെർവറിലേക്ക് എങ്ങനെ പോവാ, ഞാൻ എൻ്റെ ഇൻഫർമേഷൻസ്, എൻ്റെ പേര്, എൻ്റെ ഫോൺ നമ്പർ, ഞാൻ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകും, സെർവറിലേക്ക് പോകും. സെർവറിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള റിക്വസ്റ്റ്, അതായത് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് സെർവറിലേക്ക് പോകുമ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് കരുതിക്കോ. ആ റിക്വസ്റ്റിൽ ഈ കോസ്റ്റും ഉണ്ടാവാം, 299 കോസ്റ്റും ഉണ്ടാകും. ആ കോസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് ആ കോസ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബേസിക്കലി എനിക്ക് ഇഷ്ടമുള്ള ബേസിക് ഈ സാധനമാണ്. ഇപ്പോൾ 299 എന്ന കോസ്റ്റിന് എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് 29 രൂപയ്ക്കോ 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ ഇഷ്ടമുള്ള പൈസയ്ക്ക് വാങ്ങാം. പക്ഷേ അപ്പോൾ എഗെയിൻ ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെ ഈ റിക്വസ്റ്റ് എഡിറ്റ് ചെയ്യും, എങ്ങനെ റിക്വസ്റ്റ് കാണും, എങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും, അങ്ങനെ എല്ലാത്തിൻ്റെയും മാറ്റാൻ പറ്റും. എഗെയിൻ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബോബ് സ്യൂട്ട് വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ടൂളാണ് ബോബ് സ്യൂട്ടിൽ നമുക്ക് റിക്വസ്റ്റുകൾ കാണാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും. പക്ഷേ എപ്പോഴും എക്സ്പെക്ട് ചെയ്ത് എല്ലാ വെബ്സൈറ്റിലും പോയിട്ട് പോലെ പൈസ മാറ്റിയിട്ട് നമുക്ക് മേടിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പെർമിഷൻ ഇല്ലാണ്ട് എല്ലാ ആവശ്യവും ഇത് ചെയ്ത് നോക്കരുത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എല്ലാത്തിലും അങ്ങനെ പറ്റില്ല. അവർ അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി മെഷേഴ്സും എടുത്തിട്ടുണ്ട് എല്ലാ വെബ്സൈറ്റുകളും. ഇപ്പോൾ പണ്ട് ഫ്ലിപ്കാർട്ടിലുണ്ട്. ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കാലത്ത് പണ്ട് ഫ്ലിപ്കാർട്ടിൽ ഈ പറഞ്ഞ സാധനം നടക്കുമായിരുന്നു. അതായത് പോയിട്ട് പ്രൈസ് മാറ്റിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കില്ല. പക്ഷേ പണ്ട് പറ്റുമായിരുന്നു. ഇത് എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലുള്ള ഒരു പ്രശ്നമാണ്. ഇത് ഈ വെബ്സൈറ്റിന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ വെബ്സൈറ്റിലും. ഈ വെബ്സൈറ്റിൽ പോസിബിൾ അല്ല, പക്ഷേ മിക്ക ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ സാധ്യതയുള്ള ഒരു അറ്റാക്കാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാര്യം പൈസ മേടിക്കുന്നു എന്നൊരു ഫംഗ്ഷനാലിറ്റി അവിടെ ഉള്ളതുകൊണ്ടാണ്. പൈസ മേടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ OTP അയക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ ഒരുപാട് വളരാൻ ചാൻസ് ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, ഇ കൊമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വളണറബിൾ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാര്യം ഇ കൊമേഴ്സ് വളണറബിൾ ആവാനുള്ള കാരണം എന്താണ്? ഇ കൊമേഴ്സ് എന്ന് പറയുന്നതിനകത്ത് പൈസ ഇൻവോൾവ് ആണ്, മണി ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ അറ്റാക്ക് പോസിബിലിറ്റി ഇൻവോൾവ് ആണ്. കാര്യം അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ. ഇത് പല രീതിയിൽ പിന്നെയും ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ടീഷർട്ട് ഇപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബൈ നൗ കൊടുക്കുന്നു. 299 രൂപയ്ക്ക് എനിക്ക് ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുക. ലെറ്റ്സ് സേ ഞാൻ ഇതേ കാര്യത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ അതേ ക്വാണ്ടിറ്റിയിൽ പ്രൈസ് മാറ്റുന്നതിന് പകരം ക്വാണ്ടിറ്റി മാറ്റിയാലോ. ഇപ്പോൾ പ്രൈസ് 299 മാറ്റുന്നതിന് പകരം പ്രൈസ് അങ്ങനെ തന്നെ വെച്ചോണ്ട് 10-20 ആക്കി 299 രൂപയ്ക്ക് ഞാൻ ഓർഡർ ചെയ്താലോ. ബിസിനസ് നഷ്ടം എത്രത്തോളം ആയിരിക്കും? അതായത് 299 രൂപയുടെ 10 ടീഷർട്ടുകൾ എനിക്ക് 299 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് അത് വലിയ നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അതായത് ഫംഗ്ഷനാലിറ്റീസ് പലതാണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്, പ്രൈസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. ഇതിനൊക്കെ പുറമെ വേറെ കുറേ പാരാമീറ്റർ ഉണ്ട്. ഡിസ്കൗണ്ട് കോഡ്, ഇപ്പോൾ ഡിസ്കൗണ്ട് കോഡ് ആക്ടിവേറ്റ് ചെയ്തതിലും ഡിസ്കൗണ്ട് കോഡ് എനിക്ക് എവിടെന്നെങ്കിലും ഇപ്പോൾ കുറേ വെബ്സൈറ്റുകളുണ്ട് ഈ ഡിസ്കൗണ്ട് കോഡുകളൊക്കെ പബ്ലിക് ആയിട്ടിരുന്ന. അങ്ങനെ വെബ്സൈറ്റിന് ഡിസ്കൗണ്ട് കോഡ് കിട്ടി എനിക്ക് അത് ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഡിസ്കൗണ്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നത് 100 രൂപയ്ക്കായിരിക്കും. നമ്മുടെ ഗൂഗിൾ പേയിൽ ഇരുന്ന കോഡ് സെയിൽ ചെയ്യാൻ വരെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ ഗൂഗിൾ കൂപ്പൺ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എനിക്ക് കോഡ് എടുത്ത് വിടാം. അപ്പോൾ ആ കോഡ് ഇടുമ്പോൾ ചിലപ്പോൾ കോഡ് എനിക്ക് 100 രൂപയുടെ ഡിസ്കൗണ്ട് ആയിരിക്കും തരുന്നത്. ലെറ്റ്സ് കൺസിഡർ ഒരു ടെസ്റ്റ് കോഡ് നമ്മൾ ചുമ്മാ ഒരെണ്ണം കൊടുത്തു, 100 രൂപ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് കരുതിക്കോ. ഞാൻ ആ 100 എന്നുള്ളത് മാറ്റിയിട്ട് 1000 എന്നാക്കിയാൽ, ഞാൻ ആ 100 എന്നുള്ള വാല്യൂ മറ്റേ 1000 എന്നാക്കി കഴിഞ്ഞാൽ എനിക്ക് 299 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അതായത് ഇതെല്ലാം ഓരോ ഫംഗ്ഷനാലിറ്റി. ഇപ്പോൾ ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഈ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ അതും ഒരു വൾണറബിൾ ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. അവിടെ ഒരു പോസിബിൾ വൾണറബിലിറ്റി ഉള്ള ഫംഗ്ഷനാലിറ്റിയാണ്. ഇങ്ങനെ പല പല പോസിബിലിറ്റീസ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ്സൈറ്റിനെ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിനെ നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി ഇത്രയും ഡീറ്റെയിൽസ് നോക്കി ഇത്രയൊക്കെ സാധനങ്ങളുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ്
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഈ അറ്റാക്കുകളൊക്കെ പോസിബിലിറ്റി പറയാൻ പറ്റുന്നത്. അതിനാണ് അറ്റാക്ക് സർഫസ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം വെബ്സൈറ്റ് എടുക്കുന്നു, ടാർഗറ്റിനെ മനസ്സിലാക്കുന്നു, അതിനെ ബേസിട്ട് എന്തൊക്കെ അറ്റാക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഈ പോസിബിലിറ്റീസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോ വൾനറബിലിറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോന്നോരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഇവിടെ ഈ വൾനറബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വെബ്സൈറ്റിൽ കയറി നോക്കാണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റിനെ പറ്റി മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിനെപ്പറ്റി പഠിക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സെർച്ച് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഇപ്പോൾ സെർച്ച് ചെയ്യാന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്ന പരിപാടിയാണല്ലോ. ഇവിടെയാണ് ഇഞ്ചക്ഷൻ അറ്റാക്കുകൾ, അതായത് ഇൻപുട്ട് ഇഞ്ചക്ഷൻ അറ്റാക്കുകൾ ട്രൈ ചെയ്യുക. നമ്മൾ ഈ SQL ഇഞ്ചക്ഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ പിന്നീട് വെബിൻ്റെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻ പോസിബിലിറ്റീസ്, ഇപ്പോൾ HTML ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു അറ്റാക്ക് ഉണ്ട്, കമാൻഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നൊരു അറ്റാക്ക് ഉണ്ട്, ഇങ്ങനെ കുറേ അറ്റാക്കുകളുണ്ട്. ഈ അറ്റാക്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് സാധിക്കും. ഈ അറ്റാക്കുകൾ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇത് കാര്യം എനിക്ക് സെർച്ചിൽ എന്ത് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ പോയിട്ട് എന്ത് സെർച്ച്, ഇപ്പോൾ ഇതൊരു e-commerce വെബ്സൈറ്റ് ആണ്. സോ ലെറ്റ് സെർച്ച് ടീഷർട്ട് കുറേ ഉണ്ടാവും. ടീഷർട്ട് സെർച്ച് പറ്റും, സെർച്ച് ഫോർ ടീഷർട്ട്. അപ്പോൾ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റർ കൊടുത്തു, ഞാൻ ടീഷർട്ട് സെർച്ച് ചെയ്ത് എനിക്ക് കുറേ ടീഷർട്ടുകൾ കാണിച്ചു. ഞാൻ ഇതിന് പകരം ഇവിടെ പോയിട്ട് ഒരു പേലോഡാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു പേലോഡ് കൊടുത്തു എന്ന് കരുതിക്കും. മലീഷ്യസ് ആയിട്ടുള്ള ഒരു പേലോഡ് ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ അതവിടെ എക്സിക്യൂട്ടഡ് ആവും. അപ്പോൾ ഇഞ്ചക്ഷൻ അറ്റാക്കുകൾ എനിക്ക് ഇവിടെ പോസിബിലിറ്റി. കാര്യം എനിക്ക് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഓരോ പോയിന്റുകളിലും എന്തുണ്ട്, ഇഞ്ചക്ഷൻ അറ്റാക്ക് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പോസിബിൾ ഇഞ്ചക്ഷൻ അറ്റാക്ക് അവിടെ പോസിബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുത്ത വെബ്സൈറ്റിൻ്റെ പല ഫംഗ്ഷനാലിറ്റീസിനെ ഓരോന്നായിട്ട് നോക്കിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരു അറ്റാക്ക് ഉണ്ടോ അറ്റാക്ക് ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. സോ അത് നമ്മൾ സബ് ഡൊമൈൻ നോക്കണം. അതെല്ലാം വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഓരോന്നും 1 by 1, അതെ 1 by 1 ആയിട്ട് നോക്കാം. എന്തൊക്കെ അറ്റാക്സ് നമുക്ക് പോസിബിൾ ആവാൻ പറ്റും, ഇതൊക്കെ ചാൻസസ് ഉണ്ട് അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. അതെ, അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് നോക്കണം. അതാണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ ടാർഗറ്റിനെ പറ്റി പഠിക്കുക, മാക്സിമം പഠിക്കുക. ആ ടാർഗറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ കിട്ടാം എന്ന് മാക്സിമം ആ ടാർഗറ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. അത് പഠിച്ചാലാണ് നമുക്ക് അതിനനുസരിച്ചുള്ള അറ്റാക്കുകൾ ഡിഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല ഈ വെബ്സൈറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വെബ്സൈറ്റിൻ്റെ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ കിട്ടണം. അതായത് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ, എനിക്കിത് ഏത് കമ്പനിയുടെയാണ്, മീൻസ് ഏത് കമ്പനിയുടെയാണ് ഈ വെബ്സൈറ്റ്, ആർക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ. ഈ ഡൊമൈൻ ആരുടെ പേരിലാണ് എന്ന് എനിക്ക് അറിയണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ഡീറ്റെയിൽസ്. കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഡൊമൈൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ sodix.com എന്ന് പറയുന്നതാണല്ലോ നമ്മളുടെ ഡൊമൈൻ. ഈ ഡൊമൈൻ ഇപ്പോൾ ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനെ പറ്റി ഇത് ആരുടെ പേരിലാണ്, ഇത് ഏത് കമ്പനിയുടെ പേരിലാണ്, ഇത് എപ്പോൾ രജിസ്റ്റർ ചെയ്താണ്, ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് whois.com. ഇതാണ് whois.com. whois വളരെ വെൽ നോൺ ആണ്. whois രജിസ്ട്രി എന്ന് പറയുന്നത്, അതായത് ഓരോ ഡൊമൈനിൻ്റെയും ഡൊമൈൻ്റെ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ, ഡൊമൈൻ എന്ന് രജിസ്റ്റർ ചെയ്തു, ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു, ആരാണ് ഇതിൻ്റെ രജിസ്ട്രാർ, എത്ര ദിവസം പഴക്കമുണ്ട്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ചെക്ക് ചെയ്യാനെന്ന് പറയും. ഇപ്പോൾ നമ്മൾക്കൊരു വെബ്സൈറ്റ് സ്കാം ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് സ്കാം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓൾഡ് ആവണമെന്നില്ല, അത് ചിലപ്പോൾ വെൽ നോൺ ആയിട്ടുള്ള ഒരു രജിസ്ട്രാറിലായിരിക്കും രജിസ്റ്റർ. അപ്പോൾ നമുക്കിങ്ങനെ റെപ്യൂട്ടേഷൻ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എടുത്ത് നോക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ whois, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെബ്സൈറ്റ്. ഇത് തന്നെ നോക്കണമെന്നില്ല, whois പല രീതിയിൽ ചെക്ക് ചെയ്യാം. ഇതാണ് whois.domain tools എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇത് വളരെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. ഇവിടെ വരിക, ഈ വെബ്സൈറ്റ് എടുത്തിട്ട് whois.domaintools.com എടുക്കുക. ഇവിടെ നമ്മളുടെ ടാർഗറ്റിനെ കൊടുക്കുക. ഇപ്പോൾ sodix.com എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. ദെൻ ഐ എം നോട്ട് എ റോബോട്ട്. അപ്പോൾ എനിക്ക് ഇത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ആയിരിക്കുന്ന ഇൻഫർമേഷൻ കിട്ടും. ഇത് എവിടെയാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്, സ്ക്വയർ സ്പേസ് ഡൊമൈൻ LLC എന്ന് പറയുന്നതാണ് രജിസ്റ്റർ. ഇപ്പോൾ സ്ക്വയർ സ്പേസ് ഡൊമൈൻസ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ പ്രൊവൈഡറുടെ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ സ്ക്വയർ സ്പേസ് ഡൊമൈൻസ് ആരുടെയാണെന്ന് നോക്കിയോ. സ്ക്വയർ സ്പേസ് ഡൊമൈൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ സ്പേസ്, ഇതാണ് സ്ക്വയർ സ്പേസ് ഡൊമൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ആർക്കാണെങ്കിലും ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്. നമ്മളുടെ GoDaddy നമ്മൾ ആ ഇത് കഴിഞ്ഞ് ഇപ്പോൾ broadaddy.com എന്നുള്ള broadaddy എന്നുള്ള ഡൊമൈൻ പർച്ചേസ് ചെയ്യാം. ഐ മീൻ ഇപ്പം നേരത്തെ നോക്കിയുള്ള നമ്മൾ നോക്കിയുള്ള വെബ്സൈറ്റിന്റെ ടീഷർട്ട് സെയിൽ ചെയ്യുന്ന ഒരു പേര് sodix.com. ആ ഡൊമൈൻ, അതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ sodix.com എന്നാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. ആ ഡൊമൈൻ ആരുടെ നിന്ന് മേടിച്ചു, അല്ലെങ്കിൽ എവിടെ നിന്ന് മേടിച്ചു, എപ്പോൾ മേടിച്ചു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. ഇത് മേടിച്ചിട്ടുള്ള ആ ഡൊമൈൻ മേടിച്ചിട്ടുള്ളത് സ്ക്വയർ സ്പേസ് ഡൊമൈൻസിൽ നിന്നാണ് കാണാം.
സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഗോഡാഡി ഒക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഗോഡാഡി പോലുള്ള നമുക്ക് ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും സാർ. ഇപ്പോൾ സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഡൊമൈനിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് ഈ പർട്ടിക്കുലർ രജിസ്ട്രാറിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇൻ്റർനെറ്റിനെ പറ്റിയുള്ള വീഡിയോയിൽ അയാനെ പറ്റിയും അയക്കാനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ ഇൻ്റർനെറ്റിനെ പറ്റി പറയുന്നത്. ഈ അയാനെ അയക്കാനെന്ന ഓർഗനൈസേഷനാണ് ശരിക്കും ഡൊമൈൻ നെയിമൊക്കെ നമുക്ക് കിട്ടുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഐക്യാൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ഡൊമൈൻ പർച്ചേസ് നമ്മൾ ഐക്യാൻ്റെ ഒരു ഫീസ് കൊടുക്കും. ഇത് നമ്മൾക്ക് തരുന്ന ആൾ, നമ്മളുടെ ഇൻ്റർനെറ്റ് നമുക്ക് തരുന്ന കമ്പനീസ്, ഇപ്പോൾ എയർടെൽ ജിയോ പോലുള്ള കമ്പനി നമ്മൾ ISP എന്ന് വിളിക്കുമല്ലോ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുമല്ലോ. ഇതേപോലെ നമുക്ക് ഡൊമൈൻ തരുന്ന കമ്പനികളെ വിളിക്കുന്ന പേരാണ് രജിസ്ട്രാർസ് എന്ന് വിളിക്കും. രജിസ്ട്രാർ അത് ഗോഡാഡി ഒരു വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു രജിസ്ട്രാറാണ്. അതേപോലെയാണ് സ്ക്വയർ സ്പേസ് വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു രജിസ്ട്രാറാണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഡൊമൈൻ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് വാങ്ങിയിട്ടുള്ള എവിടെ നിന്നാണ്? സ്ക്വയർ സ്പേസിൽ നിന്നാണെന്ന് നമുക്ക് കാണാം. സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻസിൽ നിന്ന് കാണാം. അടുത്ത താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡേറ്റ് 530 days ഓൾഡ്. ഇത് വാങ്ങിയത് 2023 ഓഗസ്റ്റ് 1 തീയതിയാണ് ഇത് വാങ്ങിയെന്ന് കാണാം. അപ്പോൾ എന്താണ് ഇത് വാങ്ങിയത്? 2023 ഓഗസ്റ്റ് 1 തൊട്ട് ഈ വെബ്സൈറ്റ് ലൈവ് ആണ്. അതേപോലെ 2025 ഓഗസ്റ്റ് 1 എക്സ്പയർഡ് ആവും. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് 2024 4/21 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, അതായത് എന്ന് വാങ്ങി, എന്നുവരെ ഉണ്ട്, എന്നാണ് ഇത് ലാസ്റ്റ് റിന്യൂ ചെയ്ത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതിൻ്റെ നെയിം സെർവറുകൾ നോക്കിക്കഴിഞ്ഞാൽ NS Cloud googledomains.com എന്നുള്ളതിലാണ് നെയിം സെർവർ എന്ന് കാണാം. ഈ നെയിം സെർവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു ഡൊമെയിൻ റിസോൾവ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഈ ഡൊമെയിൻ റിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് നെയിം സെർവറാണ് ചെയ്യുന്നത്. ശരിക്കും ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാറുണ്ട്. എന്താണ് നെയിം സെർവേഴ്സ് എന്നും, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡൊമെയിൻ റിസോൾവ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നത് നെയിം സെർവേഴ്സാണ്. ഈ നെയിം സെർവറിനകത്ത് ഫോക്കസ് ആയിട്ടുള്ള കുറേ അറ്റാക്കുകളുണ്ട്. നെയിം സെർവറിനെ വെച്ച് ചെയ്യുന്ന കുറേ അറ്റാക്കുകളുണ്ട്. ഇപ്പോൾ അതിന് പറയാൻ പറ്റുന്ന ഒരു പേരാണ് DNS സോൺ ട്രാൻസ്ഫർ. ഇതൊക്കെ നമ്മൾ പിന്നീട് ചെയ്ത് നോക്കുന്ന അറ്റാക്കുകളാണ്. DNS സോൺ ട്രാൻസ്ഫർ, ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയും. അപ്പോൾ ഈ DNS സോൺ ട്രാൻസ്ഫർ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ഉണ്ട്. ആ അറ്റാക്ക് നമ്മൾ ചെയ്യുന്നത് നെയിം സെർവറുകളിലാണ്. അപ്പോൾ നെയിം സെർവർ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റാക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നെയിം സെർവർ കാണാം. പിന്നെ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് നമുക്ക് ഇവിടെ കാണാം. ഇതാണ് എൻ്റെ IP അഡ്രസ്സ്, ഇതാണ് ആ വെബ്സൈറ്റ്. ഇവിടെ തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷനും കൂടെ കാണാം. ആ സെയിം സെർവറിൽ തന്നെ ഏകദേശം 44,67,238 വെബ്സൈറ്റുകൾ സെർവ് ചെയ്തതാണ്. അതായത് അത്രത്തോളം വേറെ ഡൊമൈനുകൾ ഇതിനകത്ത് സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഡൊമൈൻ ഹോസ്റ്റ് ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്ന പ്രൈവറ്റ് സെർവറുകളും, രണ്ടെന്ന് പറയുന്ന ഷെയർഡ് സെർവറുകളുമാണ്. പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ വെബ്സൈറ്റ് മാത്രമേ ആ സെർവറിൽ റൺ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരൊറ്റ കമ്പനിയുടെ പേരിലുള്ള സെർവർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളിൻ്റെ ഡൊമൈനുകളെല്ലാം ഹോസ്റ്റ് ചെയ്യുക ഗൂഗിളിൻ്റെ ഒരു സിംഗിൾ സെർവറിലായിരിക്കും. അതിൽ വേറെ ഒരു കമ്പനിയുടെയും വെബ്സൈറ്റുകൾ കൊണ്ടുപോയി ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പ്രൈവറ്റ് സെർവറിൻ്റെ ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ google.com മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും സബ് ഡൊമൈനുകളോ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഗൂഗിളിൻ്റെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വലിയ കമ്പനികളെല്ലാം ചെയ്യുന്ന അങ്ങനെ ഒരു പ്രൈവറ്റ് സെർവർ എടുക്കുകയാണ് ചെയ്യുക. പക്ഷേ അതല്ലാത്ത, അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെർവർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ സാധനം പർച്ചേസ് ചെയ്യാനും റൺ ചെയ്യാനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കമ്പനികൾ ചെയ്യുന്നവർ വരെ ഷെയർഡ് സെർവർ എടുക്കും. ഷെയർഡ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സെർവർ എടുക്കുന്നവർ ആ ഫുൾ സെർവറിൽ ഒരു ചെറിയ സ്പേസ് മാത്രം എടുക്കാം. അപ്പോൾ വേറെ വെബ്സൈറ്റുകൾ അതിനകത്ത് ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 44 ലക്ഷത്തോളം വേറെ വെബ്സൈറ്റുകൾ അതിനകത്ത് സെയിം സെർവറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സെയിം IP അഡ്രസ്സിൻ്റെ തന്നെയാണ് ഇത്രയും വെബ്സൈറ്റുകൾ റൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം, അപ്പോൾ ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രാഷ് ആയിട്ട് സെർവറിൽ ആക്സസ് ചെയ്താലും 3 months നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ്സ് എ പ്രോബ്ലം. അതാണ് ഷെയർഡ് സെർവറുകളുടെ പ്രശ്നം. അതായത് ആ സെർവറിലുള്ള വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും അറ്റാക്ക് പോസിബിൾ ആയി ആ സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റിയാൽ, ആ സെർവറിൽ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റീസ് വെച്ചിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അറ്റാക്ക്, ഇപ്പോൾ സൈഡ് ചാനൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് അറ്റാക്കുകളുണ്ട്. അതായത് ഒരു സെർവറിൽ ഏതെങ്കിലും ഒരു പാർട്ട് കോംപ്രമൈസ് ചെയ്താൽ ഫുൾ സെർവർ കോംപ്രമൈസ് ചെയ്യാം. അങ്ങനെ പല അറ്റാക്കുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, എപ്പോഴും നടക്കണമെന്നില്ല, പോസിബിലിറ്റിയാണ്. ചിലപ്പോൾ നമ്മുടെ സെർവറിന് മുഴുവനായിട്ട് കോംപ്രമൈസ് ചെയ്യും. ഇപ്പോൾ പണ്ടൊക്കെ ഭയങ്കര കോമൺ ആയിരുന്നു ഇത് ഒറ്റയടിക്ക് 30 ലക്ഷം 40 ലക്ഷം വെബ്സൈറ്റുകളൊക്കെ എടുക്കും. അതായത് മാസ് ഇഞ്ചക്ഷൻ അറ്റാക്കുകൾ എന്ന് പറയും. പണ്ട് സീക്വൽ ഇഞ്ചക്ഷൻ ഒക്കെ വളരെ പോപ്പുലർ ആയ സമയത്ത് മാസ് ഇഞ്ചക്ഷൻ അറ്റാക്കുകൾ വളരെ കോമൺ. അതായത് സീക്വൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ആ സെർവറിനെ ഫുൾ എടുക്കാനും പറ്റും, ആ സെർവറിലെ എല്ലാ വെബ്സൈറ്റുകളും എടുക്കാൻ പറ്റും. അപ്പോൾ ഷെയർഡ് സെർവർ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണത്. ചിലപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ആ കൂട്ടത്തിൽ പെടാം. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഫുള്ള് സെക്യൂർ ആക്കിയെന്ന് വെച്ചോ, പക്ഷെ നമ്മളുടെ സെർവറിലുള്ള ബാക്കിയുള്ള വെബ്സൈറ്റുകൾ സെക്യൂർ അല്ല എങ്കിൽ നമ്മൾ എത്ര സെക്യൂരിറ്റി ഉണ്ടാകും? അവിടെ വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ഷെയർഡ് സെർവറിൽ ഇപ്പം എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അത് ഹാക്ക് ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ ഇതേപോലെ ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്തു, ഉം. ഏതെങ്കിലും ഒരു ഷെയർഡ് സെർവറിലായിരിക്കും ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഉം. ആ ഒരു ആക്സസ് വെച്ചിട്ട് തന്നെ ആ സെർവർ മൊത്തം അയക്കാൻ വൈകും. പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോൾ ഈ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മോസ്റ്റ്ലി സ്ക്വയർ സ്പേസോ അല്ലെങ്കിൽ ഗൂഗിൾ ഡൊമൈൻസോ ആയിരിക്കും. അവരുടെ പേരിലുള്ള ഡൊമൈൻ ആണല്ലോ. അപ്പോൾ ആ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു അറ്റാക്ക് മനസ്സിൽ കണ്ട് അതിനുള്ള പ്രിവെൻറ്റീവ് കൺട്രോൾസോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഈ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു സെർവറിൽ ആക്സസ് കിട്ടുകൊണ്ട് മാത്രം നമുക്ക് ആ സെർവറിലുള്ള ഫുൾ ഡിവൈസുകൾ എടുക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് ആ സെർവറിനെ അല്ല നമുക്കുള്ള ആക്സസ് അല്ലാണ്ട് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ ആക്സസ് ആ സെർവറിൽ കിട്ടിയാലേ പറ്റുള്ളൂ. അതായത് ഇതിന് എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റേഷൻസ് ഉണ്ടാവും. കറക്റ്റായിട്ട് വെബ്സൈറ്റുകൾ മാറി സെഗ്മെന്റ് ചെയ്തിട്ടായിരിക്കും ഈ ഓരോ സ്പേസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്ന സെക്യൂരിറ്റീസിനെ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ അറ്റാക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇല്ല, പറ്റില്ല. അത് ആ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിലേക്ക് എങ്ങനെയാണെന്നുള്ള അവർ എത്രത്തോളം സെക്യൂർ ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതനുസരിച്ച്. പക്ഷെ അവിടെ ഒരു പോസിബിലിറ്റി നമുക്ക് എപ്പോഴും, ഇപ്പോൾ 100% നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു പോസിബിലിറ്റി നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ഒരു പോസിബിൾ അറ്റാക്ക് ഔട്ട് ഉണ്ട്. സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം. പക്ഷെ അതൊരു റിസ്ക് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഡൊമൈൻ എനിക്ക് മേടിച്ചിട്ട് ആ ഡൊമൈന് ആ ആക്സസ് വെച്ചിട്ട് എനിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ പറ്റുമായിരിക്കാം. ഏതെങ്കിലും ഒരു വൾണറബിലിറ്റി ഏതെങ്കിലും പോയിന്റിൽ വന്നാൽ ചിലപ്പോൾ പറ്റിയേക്കാം. ഡിപ്പെൻസ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എന്താ പറയുക സെക്യൂരിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് ഓർഗനൈസേഷനാണ് അവർ പ്രോപ്പർലി സെക്യൂരിറ്റി തന്നെങ്കിൽ ഓക്കെ. ഇപ്പോൾ AWS ആണെങ്കിൽ AWS ആണ് അതിന്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ AWS മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അറ്റാക്ക് പോസിബിൾ ആയേക്കാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് വലിയ കമ്പനികൾ എന്ത് ചെയ്യുന്നത് പ്രൈവറ്റ് സെർവറിലാക്കുന്നത്. പ്രൈവറ്റ് സെർവർ ആകുമ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. പ്രൈവറ്റ് സെർവർ ആകുമ്പോൾ അത് ആ കമ്പനിയുടെ മാത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റിസ്കിന്റെ സാധ്യത അവിടെ കുറവായിരിക്കും. IP ലൊക്കേഷൻ ഒണ്ടാരിയോ, ഒട്ടാവ, ഷോപ്പിഫൈ INC എന്നാണ്. ഷോപ്പിഫൈ INC എന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഷോപ്പിഫൈ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡർ പോലെയാണ്. അതായത് ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ മോസ്റ്റ്ലി ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ വെബ്സൈറ്റ് ഷോപ്പിഫൈയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഷോപ്പിഫൈയിലാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഷോപ്പിഫൈയിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എന്ത് പോസിബിലിറ്റി ഉണ്ട്, ഷോപ്പിഫൈയുമായിട്ട് ബന്ധപ്പെട്ട വൾണറബിലിറ്റികൾ ഈ വെബ്സൈറ്റുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഷോപ്പിഫൈ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിവിടെ ട്രൈ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്കതൊരു ഇൻഫർമേഷനാണ്. ഓക്കെ. പിന്നെ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, ഡൊമൈൻ സ്റ്റാറ്റസ്, രജിസ്റ്റേർഡ് എക്സെട്ര. ഇവിടെ ഡൊമൈൻ നെയിം sodix.com നമ്മളിപ്പോൾ കണ്ടു. പിന്നെ സ്ക്വയർ സ്പേസിൻ്റെ പേരാണ്, അത് നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, എക്സ്പിറേഷൻ ഡേറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്. രജിസ്ട്രേഷൻ ID റിഡാക്റ്റഡ് ഫോർ പ്രൈവസി എന്ന് പറഞ്ഞു കാണാം. ഇതിലൊരു കാര്യമുള്ളത്, ഹൂയിസ് എന്ന് പറയുന്നതിനകത്ത് ഹൂയിസ് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ആണ് തരുന്നെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഡൊമൈൻ പ്രൊവൈഡേഴ്സ്, ഡൊമൈൻ രജിസ്ട്രാർസും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഉണ്ട്, നമ്മളെ പറ്റിയുള്ള പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇത് നമുക്ക് റിഡാക്ട് ചെയ്ത് വെക്കാൻ പറ്റും, നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഹൂയിസ് ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് മോസ്റ്റ് ഓഫ് ദ രജിസ്ട്രാർസും ഓഫർ ചെയ്യുന്ന ഒരു ഓഫറാണ്. അതുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റർ നെയിം റിഡാക്റ്റഡ് ഫോർ പ്രൈവസി എന്ന് എഴുതിയിരിക്കുന്നത്. റിഡാക്റ്റഡ് ആണ് നമുക്ക് കാണാം, റിഡാക്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അതിന് തൊട്ടാണ് ഓർഗനൈസേഷൻ കാണാം, സോഡിക്സ് ഇന്ത്യ LLP എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ പേരിലാണ് എന്തുള്ളത്, ഈ ഡൊമൈൻ. അപ്പോൾ സോഡിക്സ് ഇന്ത്യ LLP എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പേരിലുള്ള ഡൊമൈൻ ആണ് ഇതെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കേരളയാണ്, കൺട്രി ഇന്ത്യ ആണ്. അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പക്ഷെ അവിടെ അഡ്രസ്സില്ല, അഡ്രസ്സൊക്കെ ഉണ്ട്, ഇവിടെ കണ്ടോ, അഡ്രസ്സൊക്കെ റിഡാക്റ്റഡ് ഫോർ പ്രൈവസിയാണ്. അത് നമുക്ക് നോർമലി ചെയ്യാൻ പറ്റില്ല, രജിസ്ട്രാർസ് ഓഫർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ നെയിം ഇവിടെ കാണാം. അപ്പോൾ ഓർഗനൈസേഷനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ഈ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാം. അപ്പോൾ ഇങ്ങനെ ദാറ്റ്സ് എ പ്രോസസ്. ഇങ്ങനെ നമുക്ക് ഇതേപോലെ ലെറ്റ്സ് ട്രൈ അനദർ വൺ. നമുക്ക് prototype.com നോക്കാം. ഇതേപോലെ പ്രോട്ടോടൈപ്പിനെ പറ്റിയുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ prototype.com നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കാണാം, ഗോഡാഡി എന്നാണ് പർച്ചേസ് ചെയ്യിക്കുന്ന ഇൻഫർമേഷൻ കാണാം. അപ്പോൾ മറ്റേത് സ്ക്വയർ സ്പേസ് ആയിരുന്നു, ഇവിടെ ഗോഡാഡിയാണ്. രജിസ്റ്റർ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തെന്ന് പറയുന്നത്, ഇവിടെ 3351 സോൾഡ് ആണ്. ഇത് വാങ്ങിയത് 2015 വാങ്ങിയ ഡൊമൈനാണ്. ഇത് 2015 തൊട്ട് ഡൊമൈൻ ഉണ്ടെന്ന് കാണാം. ഇത് പിന്നെ ഉള്ളത് ഹോസ്റ്റർ ഓൺ എ ഡെഡിക്കേറ്റഡ് സെർവർ. മറ്റേത് ഷെയർഡ് സെർവർ ആയിരുന്നു, ഇത് ഡെഡിക്കേറ്റഡ് സെർവർ, പ്രൈവറ്റ് സെർവറാണ്. ഡെഡിക്കേറ്റഡ് സെർവർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെർവറാണ്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സെർവർ ആണെന്നാണ്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരൊറ്റ പർട്ടിക്കുലർ വെബ്സൈറ്റ് മാത്രമേ. .comന്റെ സൈറ്റുകൾ, അതിന്റെ സബ് ഡൊമൈൻ, അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും, അത് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. മറ്റേത് ഷെയർഡ് ആയിരുന്നു, ഇവിടെ ഡെഡിക്കേറ്റഡ് എന്നാണ്. അതൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഇത് ഡിജിറ്റൽ ഓഷ്യനിലാണ്. ഡിജിറ്റൽ ഓഷ്യൻ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു സെർവർ സർവീസ് പ്രൊവൈഡറാണ്. ഈ AWS GCP ഒക്കെ പോലെ ഡിജിറ്റൽ ഓഷ്യനും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സെർവർ വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ prototype.com കാണാം. പിന്നെ നേരത്തെ കാണിച്ച ഇൻഫർമേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ കാണാം. പക്ഷേ നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ എന്താ നോക്കി, നമ്മൾ കാണുന്ന ഇൻഫർമേഷൻ രജിസ്ട്രേഷൻ നെയിം, രജിസ്ട്രേഷൻ പ്രൈവറ്റ്,
ഓർഗനൈസേഷൻ, ഡൊമെയിൻ ബൈ പ്രോക്സി LLC, സ്ട്രീറ്റ് അഡ്രസ്സ് എല്ലാം ഉണ്ട് അല്ലേ. പക്ഷേ ഈ കാണുന്ന ഇൻഫർമേഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അല്ല, ഇത് വേറൊരു തേർഡ് പാർട്ടിയുടെയാണ്. അതായത് ഈ രജിസ്ട്രാർസ് ഓഫർ ചെയ്യുന്ന വേറൊരു സർവീസ് എന്ന് പറയുന്നത് നമ്മളുടെ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ഡയറക്ട്ലി കാണിച്ചു കൊടുക്കാതെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫർമേഷൻ. ഇത് ഡെഡിക്കേറ്റഡ് സർവീസിന് മാത്രം അതോ മിക്ക സെർവറിനും ഇത് എടുക്കാം, പർച്ചേസ് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഡസൻ മാറ്റർ. അതിപ്പോൾ ഗോഡാഡിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദ വെബ്സൈറ്റുകളുടെ ഇൻഫർമേഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് പതിവ്. നമ്മളത് അതൊരു അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, അഡീഷണൽ നമ്മളൊരു സെറ്റിംഗ് ഓൺ ആക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ നേരത്തെ കണ്ട വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട സോഡിക്സിൻ്റെ LLP എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്താ നോക്കി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രജിസ്ട്രേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഇത്ര ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ ഡയറക്ട്ലി രജിസ്ട്രേഷൻ ഓർഗനൈസേഷൻ സെയിം ഇൻഫർമേഷൻ തന്നെ നോക്കിയാൽ ഒരു വ്യത്യാസം കണ്ടോ. ഇവിടെ ആ ഇൻഫർമേഷൻസ് കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. രണ്ടും ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻ കാണിച്ചു തരുന്നില്ല, പക്ഷെ രണ്ട് രീതിയിലാണ്. ഇത് ഇപ്പോൾ പ്രോട്ടോടൈപ്പിന്റെ കേസിൽ നമുക്കൊരു തേർഡ് പാർട്ടി ഡൊമെയിൻ ബൈ പ്രോക്സി LLC എന്ന് പറഞ്ഞിട്ട് ഒരു ഷെൽ, ജസ്റ്റ് ഒരു പേരിന് ഒരു കമ്പനിയുടെ പേരും അവരുടെ ഇൻഫർമേഷനും. ഇപ്പുറത്ത് കമ്പനിയുടെ പേരുണ്ട് സോഡിക്സിന്റെ LLP, പക്ഷെ ബാക്കിയെല്ലാം റിഡാക്റ്റഡ് ഫോർ പ്രൈവസി ആക്കി. അപ്പോൾ ഇവിടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് റിഡാക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ റിഡാക്ട് ചെയ്തില്ല, പകരം വേറെ ഫേക്ക് ഇൻഫർമേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമ്മളുടെ ഇൻഫർമേഷൻ പുറത്തു പോകുന്നില്ല, പക്ഷേ ഒരെണ്ണത്തിലുണ്ട് ഒരെണ്ണത്തിലില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഇത് രജിസ്ട്രാറിനനുസരിച്ചാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്ട്രാറാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പുറത്ത് സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ, ഇപ്പുറത്ത് ഗോഡാഡിയാണ്. ഓരോ രജിസ്ട്രാർസും ഓഫർ ചെയ്യുന്ന സർവീസുകൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് ശരിക്കും വരുന്നതെന്ന് പറയുന്നത്. ശരിക്കും ഡൊമെയിൻ പർച്ചേസ് ചെയ്യാൻ ഈ രണ്ട് ഒരുപാടുണ്ട്. നെയിം ചീപ്പ്, പിന്നെ വേറെ ഡൊമെയിൻ ഡോഗ്ര, അങ്ങനത്തെ കുറേ ഉണ്ട്. ഒരുപാട് രജിസ്ട്രാർസ് ഉണ്ട്, ഒരുപാട് പേരുടെ വാങ്ങാം. ഇഷ്ടമുള്ള ആൾക്കാരുടെ നമുക്ക് വാങ്ങാം. എയർടെൽ ജിയോ എന്നൊക്കെ പറയുന്നത് കുറേ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഓരോ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ പരിപാടി തുടങ്ങാൻ പറ്റും. അതായത് ഈ ഡൊമെയിൻസ് റീസെല് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഗോഡാഡി ഒക്കെ ഇല്ലേ, ഇതുപോലെ നമുക്ക് ഗോഡാഡി ഇത് മേടിച്ചിട്ട് നമുക്ക് വേറെ സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ പേരിലൊരു ഈ ഡൊമൈൻ സെല് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അത് നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റും. ആർക്കും വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതൊരു ചിലവുള്ള പരിപാടിയാണ്. അത് പർച്ചേസ് ചെയ്തിട്ടണം. അത് ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ മെർജ് നിങ്ങൾ കണ്ടിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ മെർജ്, ജിയോയും ഹോട്ട്സ്റ്റാറും ആണെന്ന് തോന്നുന്നു. ഏതോ ഒരു OTT പ്ലാറ്റ്ഫോം ജിയോ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് അവൻ പണ്ടേ ഈ ന്യൂസ് കഴിഞ്ഞ വർഷം പുറത്തു വന്നപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു, JioHotstar.com എന്ന് പറഞ്ഞ ഡൊമൈൻ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ മെർജിങ് എല്ലാം കഴിഞ്ഞവരെ വെബ്സൈറ്റ് തുടക്കാൻ പോയപ്പോൾ ഇത് ഇവന്റെ പേരിലല്ലേ. അപ്പൊ ഇവൻ ഇഷ്ടമുള്ള പോലെ വിൽക്കാം, ഡൊമൈൻ അവന്റെ സ്വന്തമാണല്ലോ. ഇവൻ എന്ത് ചെയ്തു, ഇവൻ എന്റെ കോളേജ് ഫീസ്, എനിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫുൾ ഫീസ് നിങ്ങൾ തന്ന ഡൊമൈൻ നിങ്ങൾ എടുത്ത് എത്ര 1-2 കോടി രൂപയാണെന്ന് ചോദിച്ചു. അത്രയും പൈസ ചോദിച്ചിട്ടാണ് അത് ശരി. അതിനെ ഡൊമൈൻ റീസെൽ എന്ന് പറഞ്ഞ പരിപാടി, അതൊരു ഭയങ്കര കോമൺ പരിപാടി കേട്ടോ. നമ്മൾ പോസിബിൾ ഡൊമൈൻസ് നേരത്തെ മേടിച്ച് വെക്കും, എന്നിട്ട് ആ കമ്പനി തുടങ്ങുമ്പോൾ നമ്മളത് വിറ്റളയും. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ എഴുതി വെച്ചു, അതായത് എനിക്ക് ഈ പൈസ തരുന്നില്ല, തന്നാൽ ഞാനിത് എന്ന് പറഞ്ഞിട്ട്. അതാണ് അതിൻ്റെ ഒരു കേസ്, ജിയോ ഹോട്ട്സ്റ്റാർ ഡൊമൈൻ ഡിസ്പ്യൂട്ട് ദുബായ് വേസ്റ്റ് സിബ്ലിങ്സ് USA. എന്നിട്ട് അവൻ ഡൊമൈൻ്റെ ഹോം പേജിൽ അവൻ അങ്ങനെ ഒരു പേജ് ഉണ്ടാക്കി എഴുതി വെച്ചു, അതായത് ഞാൻ പൈസ വെച്ചിട്ട് വരും, എനിക്ക് തരുന്നില്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചാൽ ഈ പൈസ എന്നാൽ നിങ്ങൾക്ക് ഡൊമൈൻ തരാം, അല്ലെങ്കിൽ ഈ പൈസ ആരാന്നാലും ഞാൻ ഡൊമൈൻ വെറുതെ തരാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കേസൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കുറേ പരിപാടികളും ഈ ഡൊമൈൻ്റെ പേരിലൊക്കെ നടക്കാറുണ്ട്. ഇനി അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഇനി രണ്ടാമത്തെ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ, ഇത് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ ആണ്. ഹുയിസി നമ്മൾ കളക്ട് ചെയ്യുക. ഹുയിസ് വെച്ചിട്ട് രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും.